നായരീഴവ ഐക്യശ്രമം രാഷ്ട്രീയ ഗൂഢോദ്ദേശത്തോടെയാണെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് തങ്ങൾ പിന്മാറിയതെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുന്നു. കൂടിക്കാഴ്ചയ്ക്ക് വരുന്ന തുഷാർ വെള്ളാപ്പള്ളി BJP മുന്നണിയുടെ നേതാവാണ്. വെള്ളാപ്പള്ളിയുടെ പാർട്ടി ഏത് എന്ന് ചോദിക്കുന്നു സുകുമാരൻ നായർ. ഐക്യനീക്കം BJP അജണ്ടയാണെന്ന് സംശയിക്കുന്ന സുകുമാരൻ നായരുടെ വെള്ളാപ്പള്ളിയുടെ പാർട്ടി എന്ന ചോദ്യത്തിന് ആർക്കൊക്കെ മറുപടിയുണ്ട്? സ്വാഗതം. സ്പെഷ്യലിസ്റ്റിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി CPM വക്താവ് PK ഗോപൻ, കോൺഗ്രസ് വക്താവ് OJ ജനീഷ്, SNDP സംരക്ഷണ സമിതി പ്രതിനിധി ചന്ദ്രസേനൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ് എന്നിവർ. ആദ്യം ദാമോദർ പ്രസാദിലേക്ക്. ദാമോദർ പ്രസാദ്, സുകുമാരൻ നായർ ആറ്റിക്കുറുക്കിയാണ് സംസാരിക്കുന്നത്. അതായത് വെള്ളാപ്പള്ളിയുടെ പാർട്ടി എന്ന ചോദ്യം യഥാർത്ഥത്തിൽ ആരോടാണ്? അതൊരു സംശയം അദ്ദേഹം ഉന്നയിച്ചതെന്ന ഏത് പാർട്ടിയാണ്. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം BJDSന്റെ സ്ഥാപക നേതാവാണ് വെള്ളാപ്പള്ളി എന്നും, പിന്നീട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മകനാണ് BJDS നേതാവെന്നും, BJDS അദ്ദേഹത്തിന് പ്രത്യക്ഷ സ്ഥാനമാനങ്ങളൊന്നും വഹിക്കുന്നതിൽ കൂടി BJDS അദ്ദേഹത്തിൻ്റെ ബന്ധവും NDA ആയിട്ടുള്ള ബന്ധവും CPM നേതാക്കളായിട്ടുള്ള ബന്ധമൊക്കെ പ്രത്യക്ഷം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സുകുമാരൻ നായർ ഉന്നയിക്കുന്നത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ്. തീർച്ചയായും സുകുമാരൻ നായർ ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: തുഷാർ വെള്ളാപ്പള്ളിനെയാണ് നായരീഴവ SNDP NSS സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ദൂതനായിട്ട് സംസാരിക്കാൻ വേണ്ടി അയച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ, ഈ സുകുമാരൻ നായർ ഇന്നല്ലല്ലോ ആ ചോദ്യം ചോദിക്കേണ്ടത്. NSന്റെ ജനറൽ സെക്രട്ടറി അന്ന് ചോദിച്ചൊരു ചോദ്യം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മകനെപ്പോലെയോ ഒക്കെ സ്വാഗതം ചെയ്യുന്നൊക്കെ പറഞ്ഞായിട്ട് ജിംസ് ഓർക്കുന്നുണ്ടാവും. എന്തോ പറഞ്ഞില്ലേ? അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി അന്ന് വരുന്ന സമയത്ത് അദ്ദേഹം മകനെപ്പോലെ വളരെ എന്താ പറയുക ആർദ്രഹൃദയനായിട്ട് ഒരു അച്ഛനെ പോലെ, വെള്ളാപ്പള്ളിയെ പോലെ തന്നെ മകനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി എന്ന് നമ്മളെല്ലാം കേട്ടതാ. പിന്നെ എന്താണ് ഈ മാറ്റം ഉണ്ടായെന്നുള്ള കാര്യം ദുരൂഹമാണെന്ന് വെള്ളാപ്പള്ളി മനസ്സിലാക്കി. നമുക്കും അതിൻ്റെ അകത്തൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ആ നിലപാടിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് തോന്നിയ കാര്യം, വെള്ളാപ്പള്ളി നടേശന് പത്മ പുരസ്കാരം കിട്ടിയ തൊട്ട് പിന്നാലെയാണ് ഈ ഐക്യനീക്കത്തിനെതിരെ NSSന്റെ ജനറൽ സെക്രട്ടറി നിലപാടെടുത്തത്. ആ പത്മ പുരസ്കാരവും NSന്റെ നിലപാടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതുമായി ബന്ധപ്പെട്ട വല്ല കുശുമ്പോ കുന്നായ്മയുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഞാൻ അങ്ങനെ ചോദിക്കാൻ ശ്രമിക്കണം. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ സമുദായ നേതാക്കൾക്ക് ഒരു മടിയില്ലാതെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. അതൊന്നൊരു പുതിയ കാര്യം നമ്മൾ കാണും വേണ്ട. അത്ര ഇതിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ മടിയുള്ള ആൾക്കാരല്ല, അതൊക്കെ അവരുടെ മനസ്സിലുള്ള വികാരങ്ങൾ പുറത്തു വരുന്ന തരത്തിൽ ഒരു നിഷ്കളങ്കത പറയാൻ പറ്റും. വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞല്ലോ നിഷ്കളങ്കരാണെന്ന് സുകുമാരൻ നായർ. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഈ ഏത് പാർട്ടി ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാവുന്നൊരു കാര്യം, ഈ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഈ NSSും SNDPയും ഐക്യശ്രമത്തിന് സാധ്യത ഒരുങ്ങുന്നത്. നമ്മൾ കാണാതിരിക്കേണ്ട. ആ ഐക്യശ്രമം എന്ന് പറയുന്നത് ഇന്നും കൂടി അത് SNDP നേതാവും സുകുമാരൻ നായർ ആവർത്തിച്ചിട്ടുണ്ട്. അതായത് കേരള പ്രതിപക്ഷ നേതാവ് SNDP വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇവിടെ സാമുദായികമായ സ്പർദ്ധ സൃഷ്ടിക്കുന്ന വിധത്തിൽ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള പ്രസ്ഥാനം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അതിനൊക്കെ CPM താലോലം പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ കേരളത്തിൽ പ്രതിഷേധം ഉയർത്തുന്നത് ശ്രീ സതീശനാണ്, VD സതീശനാണ്. അത് കോൺഗ്രസ് നേതാവ് എന്തോ ആയിക്കട്ടെ, VD സതീശൻ അത് എവിടെ വെച്ച് നിർണായകമായ സ്ഥലത്ത് വെച്ചാണ് ആ പ്രശ്നം ഉന്നയിക്കുന്നത്. അതിനെ തുടർന്നാണ് ഈ VD സതീശനെതിരെ ഒരു സംയുക്തം നീക്കുന്ന നിലയ്ക്ക് VD സതീശനെതിരെ ആഞ്ഞടിക്കുന്നത്. ഒരു ഭാഗത്ത് തിണ്ണനിരങ്ങുന്ന സാമുദായിക നേതാക്കളുടെ തിണ്ണനിരങ്ങുന്നവരാണെന്നൊരു പ്രസ്താവന ഒരു മാടമ്പി ശൈലിയിൽ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനാണ് ഈ സതീശനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു പ്രസ്താവന ഇറക്കി. അതായിരുന്നു ഇവരുടെ കൂട്ടുകെട്ടിനുള്ള ഏക കാര്യമായിട്ട് നമുക്കെല്ലാവർക്കും പ്രത്യക്ഷം കാണാം. അതിനപ്പുറത്തേക്ക് കൂട്ടുകെട്ടുണ്ടോ എന്നുള്ളതായിരുന്നു പിന്നെ നമ്മൾ അന്വേഷിക്കാൻ ശ്രമിച്ചത്. കാരണം അടിസ്ഥാനപരമായിട്ട് NSSനും SNDPയും തമ്മിൽ വേർതിരിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. VN വാസൻ എത്ര കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചാലും, അവർ എത്ര സോഷ്യൽ എഞ്ചിനീയറിംഗ് ശ്രമിച്ചാലും, BJP നടത്തുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ശ്രമിച്ചാലും, അതായത് BJP ശ്രമിക്കുന്ന നായരീഴവ സോഷ്യൽ എഞ്ചിനീയറിംഗ് ശ്രമിച്ചാലും, അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും വ്യത്യസ്ത നിലപാടുള്ള രാഷ്ട്രീയ രണ്ട് സംഘടനകളാണത്. പല കാര്യങ്ങളും വ്യത്യസ്ത നിലപാട് നമുക്കറിയാം. പ്രത്യേകിച്ച് സംവരണം പോലെ വിഷയങ്ങൾ രണ്ട് നിലപാട് തന്നെയാണ് രണ്ട് സംഘടനകളുടെയും. അപ്പോൾ അതിൽ വെള്ളാപ്പള്ളി നടേശൻ ഡൈലൂഷൻ നടത്താൻ താൽക്കാലികമായി ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ NS എന്തായാലും നിലപാടിന് മുന്നോട്ട് പോയിട്ട് നമുക്കറിയാം. ആ ഒരു ഘട്ടത്തിൽ VD സതീശനെതിരെയുള്ള എതിർപ്പിൻ്റെ പേരിൽ മാത്രമാണ് യോജിപ്പെന്ന് സംശയമുണ്ട്. അപ്പോഴാണ് നമുക്ക് മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വന്നത്, ഇതിൻ്റെ ഗുണഭോക്താവ് ആര്? പ്രത്യക്ഷത്തിൽ CPM ആണ് ഗുണഭോക്താവെന്ന് തോന്നുന്ന വിധത്തിൽ ഒരു ചർച്ചാ കാലഘട്ടത്തിലുണ്ട്. കാരണം ശബരിമലയുടെ ഈ കോൺക്ലേവിന് ശേഷം ഈ ശബരിമല കോൺക്ലേവുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ടുപേരും CPMനെ പിന്തുണയ്ക്കാനും ഒക്കെ തന്നെ മുന്നോട്ട് വരുന്നത്. മാത്രമല്ല തുടർന്നുണ്ടായ ശബരിമല ഈ അവിടെ നിന്ന് കവർച്ചയെ ബന്ധപ്പെട്ട് ശബരിമലയെക്കുറിച്ച് ശബരിമല എന്ത് എലനിങ്ങിയാലും അഭിപ്രായം തന്നെ സംഘടന ശബരിമല കവർച്ചയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഇന്ന് വരെ ഒരു ഏറെക്കുറെ മൗനം അവലംബിക്കുന്ന രീതിയാണ്. അതിൻ്റെ അകത്ത് പ്രതികളായിട്ട് ആൾക്കാരെക്കുറിച്ച് പരാമർശിക്കാനോ അവർക്ക് ഒരു വാക്ക് ഉച്ചരിക്കാനോ NSS നേതൃത്വം ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പശ്ചാത്തലം അത് എന്താണ് ആ മുന്നണിയുടെ ഒരു രാഷ്ട്രീയ ഉദ്ദേശം? കാര്യം പ്രത്യക്ഷത്തിൽ VD സതീശൻ എതിർക്കുന്നുണ്ട്,
അതേസമയം തന്നെ ഗവൺമെൻറ് വേറെ ഇതിൽ അതായത് കേരളത്തിലെ ഗവൺമെൻറ് പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ NDA ബന്ധപ്പെട്ട് BJP താല്പര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ പ്രകടിപ്പിക്കുന്നുണ്ട്. മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം പ്രകടമായി തന്നെ BJPയുടെ സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ വേറൊരു ആവിഷ്കാരമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് കേരളം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇവരുടെ ബന്ധത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്നൊരു ആലോചന കേരളത്തെ പൊതുസമൂഹം ആലോചിച്ചിട്ടുണ്ടാവും. കേരളത്തിലെ എല്ലാ പൊതുസമൂഹത്തിനും ആശങ്കയോടുകൂടി ആലോചിച്ചത്. കാരണം ഈ ഒരു ഐക്യം എന്ന് വിളിക്കുന്ന എല്ലാ കാലത്തും പല ഐക്യങ്ങളും നല്ലതാണ്. ഐക്യം പുരോഗമനപരമാകുമ്പോൾ ആ ഐക്യം നല്ലതാണ്. പണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവരും ഓർക്കുമല്ലോ. നായർ ഇഴവ സംഘർഷം ഉണ്ടായപ്പോൾ നല്ലതാണ് സംഘർഷം ഉണ്ടാകാൻ, അങ്ങനെയെങ്കിലും സ്പർശിക്കുമല്ലോ എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നവോത്ഥാന രേഖകളിലെ പ്രധാനപ്പെട്ട ആ വാക്യങ്ങളായിട്ട് നമുക്കറിയാം. അങ്ങനെ സ്പർശിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സ്പർശമല്ല ഇവിടെ കാണുന്നത്. ഇതൊരു ആസൂത്രിതമായിട്ട് ദുരൂഹമായൊരു കൂടിച്ചേരലും മറ്റെന്തോ ലക്ഷ്യം വെച്ചുള്ള കൂടിച്ചേരലാണെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു ഘട്ടമായിരുന്നത്. അത് രാഷ്ട്രീയമായ കൂടിച്ചേരൽ. അതേസമയം NSS ആണെങ്കിൽ ഈ പ്രത്യക്ഷ സമദൂര സിദ്ധാന്തം അവതരിപ്പിക്കും വേണം. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും മാറ്റം വരാൻ പോകുമോ എന്നുള്ള കുറിച്ചുള്ളൊരു ഒരു പല ആലോചനകളും നടക്കുന്ന സമയത്താണ് ആ സോഷ്യൽ എഞ്ചിൻ്റെ ഭാഗമായിട്ട് തന്നെ BJP മുന്നോട്ടേക്ക് സോഷ്യൽ എഞ്ചിൻ്റെ ഭാഗമായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകി ആദരിക്കാൻ ശ്രമിക്കുന്നത്. അത് തന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ കാണുന്നത് ഈ നിലപാടിൽ നിന്ന് NSS പിന്നോക്കം പോകുന്നു. ഡയറക്ടർ ബോർഡ് NSSൻ്റെ ഡയറക്ടർ ബോർഡ് വന്നിട്ടാണ് എതിർക്കുന്നത്. ആദ്യത്തിൽ ആ ഡയറക്ടർ ബോർഡ് എതിർക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഐക്യശ്രമം രാഷ്ട്രീയമായിട്ടുള്ള ഐക്യശ്രമമാണെന്ന്. തുഷാർ വെള്ളാപ്പള്ളി അത് വളരെ ശരിയായ നിലപാടാണ്. ആ സമയം എനിക്ക് ആ നിലപാടിൽ ശരിയെന്ന് തോന്നുന്നത്. കാരണം NDAയുടെ നേതാവാണ്, അതായത് NDA നേതാവാണ്, NDAയുടെ ഘടകകക്ഷി BJDSൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം ഐക്യശ്രമം നടത്തുമ്പോൾ രാഷ്ട്രീയമായ സ്വഭാവമാണ് വളരെ വ്യക്തമാണ്. SNDPയുടെ നേതാവ് എന്ന നിലയ്ക്കല്ല വരുന്നത്. അത് BJDSൻ്റെ നേതാവ്, NDAയുടെ പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഒരു BJP രാഷ്ട്രീയം കൊണ്ട് NS എന്ത് തന്നെയാണ് BJP മാറ്റി നിർത്തിയിട്ട് രാഷ്ട്രീയ പാർട്ടിയാണ്. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ പ്രവേശനം BJPയോട് ഒരു NSS വളരെ കൃത്യമായ ദൂരം എന്നും പുലർത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പുലർത്താതെ ദൂരം NSS പുലർത്തി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ തുഷാർ വെള്ളാപ്പള്ളി പോകുമ്പോൾ എന്ത് രാഷ്ട്രീയമാണെന്ന് ആ ചോദ്യം നമ്മുടെ പ്രശ്നം. പക്ഷേ അവർ ചോദിക്കാൻ 3 ദിവസം എടുത്തു. ആ 3 ദിവസം എടുത്തു. അതിനെക്കുറിച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ആ ഇടപെടലിനെ സംബന്ധിച്ച് നമുക്കറിയാം. ഒരു ഡയറക്ടർ ബോർഡ് അംഗങ്ങളൊക്കെ KB ഗണേഷ് കുമാറൊക്കെ അതിൻ്റെ ഡയറക്ടർ ബോർഡ് പറഞ്ഞാൽ അവരൊക്കെ ഇടപെടലുണ്ടായിരുന്നു. അതോ ഇനി കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലാണെന്നും വ്യക്തമായിട്ടില്ല. എങ്കിലും രാഷ്ട്രീയമായിട്ട് NSS ഈ നിലപാടിൽ നിന്ന് മാറുന്നതനുസരിച്ച് പക്ഷേ ഇപ്പോഴും വെള്ളാപ്പള്ളി സുകുമാരനാരെ തള്ളാൻ ശ്രമിച്ചില്ല. പക്ഷേ ഈ ഐക്യത്തിലൂടെ തെക്കൻ ഭാഗത്ത് കുറച്ചെങ്കിലും തങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു തരത്തിൽ ധ്രുവീകരണം സാധ്യമാണ് വിചാരിച്ച CPM-നും BJP-ക്കും നിരാശയാണ് ഫലം എന്നുള്ളത് കാര്യം പറയാതിരിക്കാൻ വയ്യ. ശരി, ശ്രീ PK ഗോപൻ, സുകുമാരൻ നായർ തൻ്റെ വാർത്താ സമ്മേളനത്തിൽ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി തൻ്റെ നിലപാട് വിശദീകരിക്കുന്നുണ്ട്. അതായത് ഐക്യശ്രമത്തെ സ്വാഗതം ചെയ്തതാണ്. ഐക്യശ്രമത്തെ സ്വാഗതം ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പത്മഭൂഷൺ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ പത്മ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾക്കതിൽ ഒരു രാഷ്ട്രീയ ഗൂഢോദ്ദേശം തോന്നി. ആ തോന്നൽ ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം എന്നോട് ചർച്ചയ്ക്ക് വരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് തുഷാർ വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണെന്ന് അറിയാമോ എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിക്കുന്നു. ആ ചോദ്യം യഥാർത്ഥത്തിൽ CPM-നോട് കൂടിയാണ്. എന്താണ് അതിനുള്ള നിങ്ങളുടെ മറുപടി? CPM-നോട് ആരും ചോദിച്ചിട്ടില്ല അങ്ങനെ ഒരു ചോദ്യം. അല്ല, അതിന് മറുപടി ഉണ്ടോ? അല്ല, അത് ഭാവനയല്ല. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണ്? അതിന് മറുപടി പറയാമല്ലോ. ചോദിച്ചിട്ടില്ല. നോക്കൂ, യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണ്? തുഷാർ വെള്ളാപ്പള്ളി നേതാവാണ്. വെള്ളാപ്പള്ളിയുടെ പാർട്ടി ഏതാണ്? വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചാൽ മതി. വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചാൽ മതി. ഓക്കെ, അത് ചോദിക്കാൻ എന്റെ ചോദ്യം അതല്ല. സുകുമാരൻ നായർ സാറിനോട് ചോദിച്ചു. NSS ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചത് മന്ത്രി വാസവനാണ്. അത്ര അടുത്ത ബന്ധമുണ്ട്. CPM-ന്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം. ഈ നായരീഴ ഐക്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അതിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ NSS അതിൽ നിന്ന് പിന്മാറുകയാണ്. NSS-ന് സർക്കാരിനോടോ CPM-നോടോ പ്രത്യേകിച്ച് വിരോധമോ വൈരാഗ്യമോ ഒന്നുമില്ല. ഒരു കാര്യത്തിലും സർക്കാരിന് കുറ്റം പറയുന്നില്ല NSS ഇപ്പോൾ. ആ NSS പറയുന്നു ഇത് രാഷ്ട്രീയ ഉദ്ദേശത്തോടുള്ള ഐക്യശ്രമമായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് തിരിച്ച് മാധ്യമങ്ങളോട് ചോദിക്കുന്നത് വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണ് എന്ന് ചോദിക്കുന്നത്. അതെ, ഞാനതാ പറഞ്ഞത്. വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണെന്ന് ഞങ്ങൾ ഇവിടെ മറുപടി പറയണമെന്നൊക്കെ പറഞ്ഞാൽ CPM-നോട് എന്തിനാ ചോദ്യം ചോദിച്ചേ? എന്തുദ്ദേശത്തോടു കൂടിയാ? ഞങ്ങളോട് സുകുമാരൻ നായർക്ക് അത് ബോധ്യമുണ്ട്. സുകുമാരൻ നായർക്ക് അത് ബോധ്യമുണ്ട്. CPM-ന് ആ ബോധ്യമുണ്ടോ എന്നറിയാനാണ് ചോദിച്ചത്. അല്ല, CPM-നും സുകുമാരൻ നായർ ഏത് പാർട്ടി, വെള്ളാപ്പള്ളി നടേശൻ ഏത് പാർട്ടി എന്ന് CPM-നോട് ചോദിക്കുന്നതിന്റെ ലോജിക്കിന് ആദ്യം അങ്ങ് മറുപടി ചോദ്യത്തിലേക്ക് കടക്കാം. ഈ നിമിഷവും വെള്ളാപ്പള്ളി നടേശൻ സംസ്ഥാന സർക്കാരിന്റെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാണ്. അദ്ദേഹത്തെക്കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാണെന്ന് അറിയാമോ എന്ന് NSS ജനറൽ സെക്രട്ടറി ചോദിക്കുന്നത്.
വെള്ളാപ്പള്ളി നടേശൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടെന്ന് കേരളത്തിൽ ആരെങ്കിലും പറയുന്നുണ്ടോ? ഏത് പാർട്ടിയാണ് അദ്ദേഹം എന്ന് ഞങ്ങൾക്കറിയില്ല. വെള്ളാപ്പള്ളി നടേശൻ എല്ലാ പാർട്ടിയും വിമർശിക്കാറുണ്ട്. വ്യക്തിപരമായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ഇവർ രണ്ടുപേരും വിമർശിക്കാറുണ്ട്. ഇവർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ധിക്കാരവും അഹങ്കാരവുമായ സമീപനത്തെ പലരും വിമർശിക്കാറുണ്ട്. അത് ആ സംഘടനയിൽ പലരും എന്തുകൊണ്ടാണ് വി ഡി സതീശന് സപ്പോർട്ട് ചെയ്യാത്ത? എന്താ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ? അദ്ദേഹം വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ നേതൃത്വം എന്താ സപ്പോർട്ട് ചെയ്യാത്ത? അത് നിങ്ങൾ ചോദിക്കാത്ത എന്താ? വി ഡി സതീശൻ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. ആ ചോദ്യം, ആ പറഞ്ഞ അഭിപ്രായം ശരിയാണെന്ന് അതിൽപ്പെട്ടവരാരും പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, സതീശനെ വെള്ളാപ്പള്ളി വിമർശിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കോൺഗ്രസ്സായിട്ട് ചോദിക്കാം. അപ്പോൾ ജനീഷോടം വരും. എൻ്റെ ചോദ്യം അതല്ല. സംസ്ഥാന സർക്കാരിൻ്റെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷൻ BJPയുടെ ഒത്താശയോടുകൂടി ഒരു ഐക്യശ്രമം, സാമുദായിക ഐക്യശ്രമം നടത്തുന്നു. അതിനോടുള്ള CPM-ന്റെ നിലപാട് എന്താണെന്നാണ് ചോദിച്ചത്. അല്ല, അത് പറയാം. ഈ നവോത്ഥാന പ്രസ്ഥാനം എന്നുള്ളത് വെള്ളാപ്പള്ളി എന്ന വ്യക്തിയുടെ പ്രശ്നമല്ല അതിനകത്തുള്ളത്. അത് നമ്മൾ കാണേണ്ടുന്നത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നെടുനായകത്വം എന്നുള്ളത് ശ്രീനാരായണീയ പ്രസ്ഥാനമാണ്. അതിൻ്റെ അനുബന്ധമായി മറ്റെല്ലാ സംഘടനകളും വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീനാരായണീയ പ്രസ്ഥാനമാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ലക്ഷണമൊത്ത പ്രസ്ഥാനം ഉണ്ടാകുന്നത് 1903-ലാണ്. അതിനുശേഷമാണ് 1905-ൽ സാധുജന പരിപാലന സംഘം മഹാത്മാ അയ്യങ്കാളി രൂപീകരിക്കുന്നത്. അതിനുശേഷം 1913-ലാണ് NSS വരുന്നത്. ഒരു ദശകത്തിലുള്ളതാണിത്. ഈ ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത, അത് അക്ഷരാർത്ഥത്തിൽ പേരുകൊണ്ട് പോലും ജാതി വിമുക്തമായിരുന്നു. ശ്രീനാരായണീയ പ്രസ്ഥാനത്തിനകത്ത് ഈഴവ എന്നൊരു വാക്ക് ശ്രീനാരായണൻ ഉപയോഗിച്ചില്ല. അപ്പോൾ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വെച്ചതുപോലും അങ്ങനെയുള്ള കേരളീയ സമൂഹത്തെ വളരെ പ്രബലപ്പെടുത്താൻ ശേഷിയുള്ള കാവ്യസരണികൾ കൊണ്ട് ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരാളെയാണ് എൻ്റെ ജനറൽ സെക്രട്ടറി ആക്കിയത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം, ഞാൻ ഉദ്ദേശിച്ചത് മഹാകവി കുമാരനാശാനെയാണ്, ദുരവസ്ഥയായാലും നളിനിയായാലും ചണ്ടാലഭിഷിയായാലും ഇത്തരം കവിതകളെല്ലാം തന്നെ ജാതി വിമുക്തമായ ഒരു കേരളത്തെ ലക്ഷ്യം കാണാനാണ് പരിശ്രമിച്ചത്. മാത്രമല്ല, ചണ്ടാലഭിഷിക്കകത്ത് കുമാരനാശാൻ SNDPയുടെ ജനറൽ സെക്രട്ടറി എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടായിട്ട് തന്നെ മാതങ്കിയെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. ജാതി ചോദിക്കുന്നില്ല, ഞാൻ ജാതിയുടെ പേരിൽ ആ പെൺകുട്ടി പിന്മാറാൻ പരിശ്രമിച്ചപ്പോൾ അവിടെ ആനന്ദഭിക്ഷു എന്ന സന്യാസിയെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹോ. ഇത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്നു കൊണ്ട് അതിൻ്റെ ഈസ്തറ്റിക്സിൽ ഒരു കോട്ടവും തട്ടാതെ കുമാരനാശാൻ പ്രഖ്യാപിച്ച കാര്യമാണ്. ഇതാണ് SNDPയുടെ പഴയകാല നിലപാടെന്ന് പറഞ്ഞാൽ. അപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ് വന്നത്, അല്ലാതെ വെള്ളാപ്പള്ളി എന്നുള്ള വ്യക്തിയല്ല അവിടെ വരുന്നത്. അതുപോലെ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയാവുന്ന പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ആ നവോത്ഥാന പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് സജീവമല്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി എടുക്കുന്ന രാഷ്ട്രീയ നിലപാടോ വെള്ളാപ്പള്ളി എടുക്കുന്ന മറ്റേതെങ്കിലും നിലപാടിനോ CPM ഉത്തരവാദിയല്ല. നിങ്ങൾ പരിശ്രമിക്കുന്നത് അതേ പദവിയിലുള്ള ആളാണ്. മഹാനായ കുമാരനാശാനോട് ഇപ്പോഴുള്ള വെള്ളാപ്പള്ളിയെ ഉപമിച്ചത് മുഖ്യമന്ത്രിയാണ്. ഇനി SNDP എന്ന നവോത്ഥാന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല, അതിപ്പോഴും ഇവിടെയുണ്ട്. പക്ഷെ ആ കസേരയിൽ, കുമാരനാശാന്റെ കസേരയിൽ ഇരിക്കുന്ന വെള്ളാപ്പള്ളിയാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന മഹത്തായ വാക്യങ്ങൾ എഴുതിയ കുമാരനാശാന് പകരം ഇന്ന് ആ കസേരയിൽ ഇരിക്കുന്ന വെള്ളാപ്പള്ളിയാണ്. അദ്ദേഹം എഴുതുന്ന ഖണ്ഡകാവ്യങ്ങൾ എന്താണെന്ന് നമ്മൾ നിരേന കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അങ്ങ് പറയുന്നു ഞങ്ങൾ SNDPയെ പ്രതിനിധീകരിച്ചാണ് അവിടെ നവോത്ഥാന സമിതിയിൽ വെള്ളാപ്പള്ളിയെ നിലനിർത്തിയിരിക്കുന്നത്, സജീവമല്ല എങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കുമാരനാശാനിരുന്ന കസേരയിലിരുന്നയാൾ എന്ന പദവി അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അദ്ദേഹം എന്ത് ഖണ്ഡകാവ്യം എഴുതിയാലും. അങ്ങനെ അതിനെ ദുർവ്യാഖ്യാനിക്കരുത് ദയവായിട്ട്. അതൊക്കെ വളരെ പരിഹാസ്യമായൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ യുക്തി അങ്ങ് കണ്ടെത്തണം. അതായത് SNDP മൂവ്മെൻറ്റ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വമാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറി തീരുമാനിക്കേണ്ട ബാധ്യത അവർക്കാവുള്ളത്. അത് SNDPക്കാണ്. നമുക്കാർക്കും ഇടപെടേണ്ട കാര്യമില്ല. അത് അവർ തീരുമാനിക്കുകയോ മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യാം. ആ ഒരു കോൺസെപ്റ്റിലാണ് അവരെ എടുത്തതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അത് ആക്റ്റീവ് അല്ല. ഇതാണ് നവോത്ഥാനം. ഇനി രണ്ടാമത് ഐക്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ SNDP ഉപയോഗിച്ച് BDJS എന്നൊരു പാർട്ടി ഉണ്ടാക്കുകയും ആ പാർട്ടിയെ കൊണ്ട് BJPയുടെ കൂടെ ചേർക്കുകയും എല്ലാത്തിനും ഒത്താശ ചെയ്ത ആളാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ഈ കേരള സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവന എന്താണ് നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ എന്ത് സംഭാവനകൾ പാർട്ടി ഉണ്ടാക്കി BJPയിൽ കൊണ്ടുപോയി ചേർത്തോട്ടെ, BJPയുടെ ചട്ടുകമായിക്കോട്ടെ, ട്രോജൻ ഹോഴ്സ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, SNDP ജനറൽ സെക്രട്ടറി കസേരയിലിരുന്നോ എന്നാൽ സർക്കാരും പാർട്ടിയും എല്ലാം അദ്ദേഹത്തെ സംരക്ഷിക്കും, അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തും, അദ്ദേഹത്തെ കുമാരനാശാനോട് ഉപമിക്കും. അങ്ങനെയാണോ? അല്ല, എന്ത് പറ്റി അങ്ങേക്ക്?
അങ്ങ് എന്തോ ഈ വ്യാഖ്യാനിച്ചുകൊണ്ട് വരുന്നത്? എന്തെല്ലാം ഇതിലെന്താ വ്യാഖ്യാനത്തിന് ഒരു പഴുതുമില്ല ശ്രീ പി കെ ഗോപൻ. നിങ്ങളുടെയൊക്കെ ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയും? ഇതിൽ വ്യാഖ്യാനം നിങ്ങൾക്ക് പറയാലോ, വെള്ളാപ്പള്ളി അല്ല, യഥാർത്ഥത്തിൽ ഈ ചർച്ചയെ ബിജെപിയുടെ കയ്യിലെ ചട്ടുകമാണ്. ഞങ്ങൾക്ക് സ്വയം പുച്ഛം തോന്നുക. വെള്ളാപ്പള്ളി അങ്ങ് 15 മിനിറ്റ് പ്രസംഗിച്ചല്ലോ. ഒരു നിമിഷം. ചോദ്യം മാത്രമായിട്ട് അങ്ങനെ പറയാനുള്ള ഒരു സോറി ഞാനില്ല. അങ്ങേക്ക് ചോദ്യം മാത്രമേ ഉള്ളെങ്കിൽ ഇരിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങ് പറഞ്ഞോളൂ. ഞങ്ങൾക്ക് വിശദീകരിക്കാൻ മതിയായ സമയം തന്ന് അങ്ങ് ചോദിച്ചാൽ അങ്ങ് മറുപടി പറഞ്ഞു. ഇല്ലെങ്കിൽ അങ്ങ് മാത്രം ചോദ്യമായിട്ടിരുന്നാലും സംസാരിക്കത്തില്ല. അങ്ങ് പറഞ്ഞു. നിങ്ങൾ എന്തിനാ ഇത് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഞാൻ ചോദിച്ചേ. ഞാനിവിടെ കുമാരനാശാനെയും വെള്ളാപ്പള്ളിയായിട്ട് ഞാൻ സമീകരിച്ചോ? നിങ്ങൾ എവിടുന്ന് കിട്ടിയ സിദ്ധാന്തമായത്? ഈ ക്ലിപ്പിംഗ്സും ഇത് കേട്ടോണ്ടിരിക്കുന്ന മറ്റുള്ളവരെല്ലാം ഉണ്ടെന്ന് നിങ്ങൾക്ക് ധരിക്കണ്ടേ? നിങ്ങൾ എവിടുന്ന ഈ വ്യാഖ്യാനം കൊണ്ട് വരുന്നേ? ഞാൻ SNDPയുടെ ചരിത്രം പറഞ്ഞപ്പോഴാണ് കുമാരനാശാനെ എടുത്തു വെച്ചേ. കുമാരനാശാന് തുല്യനാ വെള്ളാപ്പള്ളി എന്ന് പറയാനുള്ള മൗഢ്യമൊന്നും എനിക്കില്ല. പക്ഷെ പിണറായി വിജയൻ പോലും അംഗീകരിക്കത്തില്ല. കസേരയിലാണെന്ന് അഭിമാനിക്കും. ഞാനും അങ്ങ് പറഞ്ഞു എന്നല്ല പറഞ്ഞത്, പിണറായി വിജയൻ പറഞ്ഞാണ്. ചോദിച്ചോണ്ടിരിക്കും. തൽക്കാലം നിർത്തി സാറേ, ഞാൻ നിർത്തി സാറേ. ഗോപൻ അങ്ങനെ ഏകപക്ഷീയമായി പറയില്ല. എനിക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? ഞാൻ അങ്ങ് അത് പറഞ്ഞു എന്നല്ല പറഞ്ഞതെന്ന് തിരുത്തുകയാണ് ചെയ്തത്. അങ്ങ് പറഞ്ഞു എന്നല്ല പറഞ്ഞത്. എനിക്ക് ഞാൻ ഒരു പോയിന്റ് സമർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു വാചകവും ഒരു ആശയോ പൂർത്തീകരിച്ചിട്ട് 15 ചോദ്യം ചോദിക്കേ. ഓക്കെ, ഇത് എന്നെ പറയാൻ അനുവദിക്കാതെ ചോദിച്ചു. നിങ്ങളുടെ ചോദ്യം മാത്രം മേളിൽ നിൽക്കണമെന്നാണോ? അത് ശരിയല്ല. അത് ഡിബേറ്റിന്റെ ഭാഗമല്ല. അത് ആരെ കണ്ടു പഠിച്ചാലും ശരിയല്ല. നിങ്ങൾ അങ്ങനെയുള്ള ഒരാളല്ല. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണ്, ഒരു ജനാധിപത്യവാദിയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. വേറൊരാളിൽ നിന്നാണെങ്കിൽ ഇത്രയും ഞാൻ പറയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പറയുന്നത്, വെള്ളാപ്പള്ളി നടേശനെയും കുമാരനാശാനായിട്ട് ആരും സമീകരിച്ചിട്ടില്ല. കസേര അതാണ്. അത് വെള്ളാപ്പള്ളി ചിലപ്പോൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യം. എന്തായാലും വെള്ളാപ്പള്ളി തന്നെ കരുതത്തില്ല കുമാരനാശാന് തുല്യമാണ് അദ്ദേഹം എന്ന്. കുമാരനാശാൻ 16 വർഷം ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്നു കൊണ്ട് ജാതിരഹിതമായ ഒരു കേരളത്തെയാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. അതാണ് EMS പറഞ്ഞത്, ജാതിരഹിതവും മതനിരപേക്ഷവുമായ കേരളം. ജാതിരഹിതവും മതനിരപേക്ഷവും. അവിടെ മതം വേണ്ടെന്നല്ല, മതരഹിതം എന്ന് പറഞ്ഞിട്ടില്ല, മതനിരപേക്ഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, മതനിരാസം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ജാതിരഹിതവും മതനിരപേക്ഷവുമായിട്ടുള്ള കേരളം എന്ന EMSന്റെ സിദ്ധാന്തം കേരളത്തിൽ ഇപ്പോഴും മുഴങ്ങി നിൽക്കുക. ഇനി രണ്ടാമത് അങ്ങ് ഒരു കാര്യം കൂടെ ഇതിൽ കാണേണ്ടത്, ഇവരുടെ ഐക്യത്തെക്കുറിച്ച് പറയുന്നു. ഈ ഐക്യം യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി മുന്നോട്ട് വെച്ച ഐക്യമല്ല, കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെക്കുന്ന ഐക്യം. നസ്രാണി കൊണ്ട് നിർത്തുന്ന ഒരു ഐക്യമല്ല കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ, ഇന്ത്യയിലും ലോകത്തും പണിയെടുക്കുന്ന മുഴുവൻ മനുഷ്യരുടെ ഐക്യമാണ്. അത് വളരെ പ്രസക്തമാണ്. അല്ലാതെ നായർ മുതൽ അല്ലെങ്കിൽ നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളൊരു ഐക്യമല്ല. ആര് തമ്മിലും ഐക്യപ്പെടുന്ന നല്ല കാര്യമാണ്. മനുഷ്യർ തമ്മിൽ സൗഹൃദമുള്ള നല്ല കാര്യമാണ്. ഏതെങ്കിലുമൊക്കെ സംഘടനകൾ ഐക്യപ്പെടുന്ന നല്ല കാര്യമാണ്, അതിന് തർക്കമില്ല. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഐക്യമാണെങ്കിൽ അത് കേരളത്തിന് ഗുണം ചെയ്യത്തില്ല. അതുകൊണ്ട് എല്ലാവരും ചേരുന്ന വർഗൈക്യമാണ് കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെക്കുന്നത്. ആ വർഗൈക്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം തന്നെ. അവിടെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങൾക്ക് മുഴുവനും സുകുമാരൻ നായർ സാറ് വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറയുന്നതിനൊന്നും ഞങ്ങൾ ഓൺ ചെയ്യേണ്ട കാര്യമില്ല. അവർ തമ്മിൽ ഐക്യപ്പെടാൻ തീരുമാനിക്കുന്നു, അവർ തമ്മിൽ പിരിയാൻ തീരുമാനിക്കുന്നു. അവിടെ നമുക്കെന്താ റോള്? നമുക്ക് റോള് വരുമ്പോൾ മാത്രം പറഞ്ഞാൽ പോരെ, നമ്മൾ അതിനകത്തൊരു സ്റ്റാൻഡ് എടുത്താൽ പോരെ. ഇവിടെ ഓരോ ദിവസവും എഴുന്നേറ്റ് നിങ്ങൾ മുഖ്യമന്ത്രി എന്താ ചോദിക്കുന്നതിന്റെ യുക്തി NDAയിൽ ചേർത്ത SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ BJPയുടെ ആയുധമാണ്, ചട്ടുകമാണ് എന്ന അഭിപ്രായം CPM-നുണ്ടോ? അല്ല, വെള്ളാപ്പള്ളി നടേശനും BDS-ഉമായിട്ട് ബന്ധമുണ്ടോ ഇല്ലെന്ന് അവരാ പറയണ്ടേ. വെള്ളാപ്പള്ളി നടേശൻ BDS-ന്റെ ഭാരവാഹിയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ BJP വിമർശിക്കുന്ന കണ്ടിട്ടുണ്ട്, കോൺഗ്രസിനെ വിമർശിക്കുന്ന കണ്ടിട്ടുണ്ട്, CPM-നെ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികൾ എന്ന കാര്യത്തിൽ നമ്മളെല്ലാം അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി അതല്ല. ഇവിടെ സുകുമാരൻ നായർ സാർ പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, തുഷാർ വെള്ളാപ്പള്ളിയെ SNDPയുടെ NSSന്റെയും ഐക്യത്തിന് വേണ്ടി വിടേണ്ട കാര്യമില്ല. കാരണം തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ ഭാഗമാണ്. പക്ഷേ വെള്ളാപ്പള്ളി അദ്ദേഹത്തെ വിട്ടത് SNDP വൈസ് പ്രസിഡന്റ് തരത്തിലാണ്. അത് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റീവായി തീരേണ്ട കാര്യമാണ്. ശരി, അതുകൊണ്ടാണ് സുകുമാരൻ നായർ സാർ അങ്ങനെ പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ വിഷയമല്ല. ശരി, സമൂഹത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ആര് പരിശ്രമിച്ചാലും നമുക്ക് യോജിപ്പില്ല. സമൂഹത്തിലെ ജനങ്ങളെ യോജിപ്പിക്കാൻ ആര് പരിശ്രമിച്ചാലും നമ്മുടെ പിന്തുണയുണ്ട്. ശരി, ശ്രീ OJ ജനീഷ്, ഇവിടെ ഈ ഐക്യശ്രമം, പാതിയിൽ അബോർട്ടായി പോയ ഐക്യശ്രമം, യഥാർത്ഥത്തിൽ അതിന്റെ ലക്ഷ്യം VD സതീശനാണ്. കാരണം VD സതീശനെതിരായിട്ടുള്ള ഒരു ഐക്യം മാത്രമായിരുന്നു അത് എന്ന് ഇന്ന് സുകുമാരൻ നായരുടെ പ്രസ്താവനയിൽ തെളിയുകയാണ്. കാരണം രണ്ടുപേരെയും യോജിപ്പിക്കുന്ന ഒരേ ഒരു ബിന്ദു VD സതീശനോടുള്ള എതിർപ്പാണ് എന്ന് തെളിയുകയാണ്. പക്ഷേ സതീശനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ സതീശനെ ഡിഫെൻഡ് ചെയ്യാനോ കാര്യമായ ആളുകളൊന്നും പാർട്ടിയിൽ നിന്നുണ്ടാകുന്നില്ല
എന്ന കാര്യം പി കെ ഗോപൻ ചൂണ്ടിക്കാട്ടുന്നു. ജനീഷ്. യോജിക്കാൻ വേണ്ടി സാധിക്കില്ല. ഒന്ന്, ഐക്യശ്രമത്തിന്റെ ലക്ഷ്യം എന്ത് എന്നുള്ളത് ചോദിക്കുമ്പോൾ ഇപ്പൊ ഞങ്ങൾ ആരും ഈ ഐക്യത്തെ ഒന്നും തള്ളി പറഞ്ഞൊന്നുമില്ല. സമുദായ സംഘടനകൾ തമ്മിൽ ഐക്യപ്പെടുന്നതിൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഐക്യപ്പെടുന്നതിന്റെ കാരണത്തിലാണ് നമുക്ക് ആശങ്ക ഉണ്ടാക്കേണ്ട സാഹചര്യമുണ്ട്. സമുദായ സംഘടനകൾ തമ്മിലൊക്കെ സഹവർത്തിത്വത്തിൽ പോകുന്നതും അതോടൊപ്പം തന്നെ യോജിച്ച് മുന്നോട്ട് പോകുന്നതും സമൂഹത്തിൽ കലഹങ്ങളില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ട് കാണണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അദ്ദേഹം സൂചിപ്പിച്ചത് പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുമ്പോൾ കോൺഗ്രസിന് ആരും വന്ന് പ്രതിരോധിക്കുന്നതായിട്ട് കണ്ടില്ല എന്നുള്ളൊരു തരത്തിലുള്ള വിമർശനമാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെ കോൺഗ്രസ് നിലപാടാണ് പറയുന്നതെന്ന് കേരളത്തിലെ കോൺഗ്രസ് നായകന്മാരെല്ലാവരും വ്യക്തമാക്കിയതാണ്. പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത് വ്യക്തിപരമായ ആരെയും പേരെടുത്ത് പറഞ്ഞെന്ന് അദ്ദേഹം ആരെയും വിമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് വർഗീയമായ കാഴ്ചപ്പാടുകൾ സമൂഹത്തിനകത്ത് അടിച്ചേൽപ്പിക്കുന്ന ശ്രമങ്ങൾ എവിടെ നിന്നുണ്ടായാലും അതിനെ സ്വാഭാവികമായി ചെറുക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് പ്രസ്ഥാനത്തിനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വെച്ചത്. അത് പറയുന്ന സമയത്ത് അതിൽ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ വേദനപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ആശയങ്ങളാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില CPM നേതാക്കന്മാരെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു തുടർച്ചയാണ് ഒരു ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞു വെച്ചത്. AK ബാലൻ പറഞ്ഞതിൽ നിന്നും സജി ചെറിയാൻ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമല്ലാത്ത ഒരു ന്യായം തന്നെയാണ് അദ്ദേഹം നിരന്തരമായി പറഞ്ഞത്. അപ്പൊ കേരളത്തിനകത്ത് സാമുദായിക സംഘടനകൾ തമ്മിൽ പൊരുത്തപ്പെടാനും ഐക്യപ്പെടാനുമുള്ള കാരണം അത് മറ്റേതെങ്കിലും മതവിഭാഗത്തോടുള്ള വിദ്വേഷമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമ്മ്യൂണൽ ഹാർമണിക്ക് വിനാശകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കും. നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അത്തരത്തിൽ നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ രാഷ്ട്രീയ നേതൃത്വങ്ങളായാലും ശരി സാമുദായിക നേതൃത്വങ്ങളായാലും ശരി പറയാൻ പാടില്ല എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അത് കോൺഗ്രസ് നിലപാട് തന്നെയാണ്. ആ നിലപാട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങൾ എല്ലാവരും മറ്റെല്ലാ നേതൃത്വങ്ങളും അതിനെ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതസാമുദായിക നേതാക്കന്മാരൊക്കെ തന്നെ പ്രസ്താവനകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ടത് ഈ പ്രസ്താവനകൾ ചെന്നു പതിക്കുന്ന മനുഷ്യ മനസ്സുകളെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും തുല്യമായ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പൊ AK ബാലന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, മാറാട് കലാപത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. ഈ ചാനൽ ഉൾപ്പെടെ അത് ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണ്. സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന ഉണ്ടല്ലോ, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഭരണഘടനാ പ്രകാരം എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരുപോലെ കാണാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി. ആ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞത് മലപ്പുറത്ത് ജയിച്ചവന്റെ പേര് നോക്കിയാൽ അറിയാം അവർ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെന്ന്. ഇത് തന്നെയാണല്ലോ നരേന്ദ്രമോദി ഒരു സമയത്ത് ഒരു സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സമരത്തെ പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. സമരം ചെയ്യുന്ന ആളിന്റെ വേഷഭൂഷാദികൾ കണ്ടാൽ അറിയാം അവർ ഏത് വിഭാഗക്കാരാണ്. ജയിച്ചു വന്നവന്റെ പേര് നോക്കിയാൽ അറിയാം അവർ ഏത് വിഭാഗക്കാരാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഇപ്പൊ കേരളത്തിനകത്ത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കുറച്ച് ദിവസങ്ങളായി ഒരു വലിയ ഹേറ്റ് പൊളിറ്റിക്സ് പടർത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നു, മറ്റെല്ലാ വിഭാഗത്തെയും തമ്മിൽ മറ്റെല്ലാ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ ഒരു വലിയ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രചരണം നടത്തുന്നു. ആ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ പ്രചരണത്തിനകത്ത് രാഷ്ട്രീയ നേതാക്കന്മാരും സാമുദായിക നേതാക്കന്മാരും കടന്നു വരും. രാഷ്ട്രീയ നേതാക്കന്മാരെ കടന്നു വരുന്ന മുഴുവൻ CPM നേതൃത്വങ്ങളുള്ള ആളുകളാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചില സാമുദായിക നേതാക്കന്മാരും കടന്നു വന്നു. ആ സാമുദായിക നേതാക്കന്മാരെല്ലാം തന്നെ പറയുന്നത് ഇടതുപക്ഷം മൂന്നാമത് അധികാരത്തിലേക്ക് വരുമെന്നുള്ളതാണല്ലോ. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇടതുപക്ഷം മൂന്നാമത് അധികാരത്തിലേക്ക് വരുമെന്നുള്ളതാണ്. ഗോപൻ പറഞ്ഞു അദ്ദേഹത്തെ ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തെ ന്യായീകരിച്ച മുഴുവൻ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ട് സമീകരിച്ചുകൊണ്ട് പറഞ്ഞു വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ ഇന്ന പോലെയല്ല, അത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെ മാത്രമാണ് എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു വെച്ച സമയങ്ങളിൽ ആ തരത്തിലല്ല അത് പുറത്തേക്ക് വന്നത്. അപ്പൊ പറയുന്ന വാചകങ്ങൾക്കിടയിൽ വാക്കുകൾക്കും അർത്ഥങ്ങൾക്കിടയിലൊക്കെ സമൂഹത്തിനകത്ത് അതുണ്ടാക്കുന്ന ഭിന്നതയുടെ ആഴം അത് പലപ്പോഴും സാമുദായിക നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അതിനാണ് നമ്മുടെ കേരളത്തിനകത്ത് പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കന്മാരെല്ലാം തന്നെ തള്ളിപ്പറയുന്ന രാഷ്ട്രീയത്തിൽ മതേതരപരമായി ഈ സമൂഹം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ വിഷയത്തെയാണ്. വ്യക്തിയോടല്ല വിരോധം, വ്യക്തികൾ പറയുന്ന അഭിപ്രായങ്ങളോടാണ്. സംഘടനയോടല്ല എതിർപ്പ് പ്രകടിപ്പിച്ചത്. സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ആ സംഘടനയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ ആ പ്രസ്താവനകൾ സമൂഹത്തിലെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുന്നതാകുമ്പോൾ അതിന് സ്വാഭാവികമായും പ്രതിരോധിക്കേണ്ട തള്ളി പറഞ്ഞുകൊണ്ട് അദ്ദേഹം വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശത്തെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഞാനാണെങ്കിൽ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി കൊണ്ടുപോയനെ. നോക്കൂ ജനീഷ്, കേൾക്കുന്നുണ്ടോ? ജനീഷ്, ഞാനാണെങ്കിൽ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി കൊണ്ടുപോയനെ എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. കാറിൽ കയറ്റിയത് തെറ്റായ സൂചനയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴാണ് KC വേണുഗോപാൽ പറയുന്നില്ല. അപ്പോ പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് കോൺഗ്രസ് നിലപാടെന്ന് പറയുമ്പോൾ ചെന്നിത്തല പറയുന്നത് പിന്നെ ആരുടെ നിലപാടാണ്? സമീപനങ്ങൾ എടുക്കുന്ന ആളുകളെ തിരുത്തണം എന്നാണല്ലോ അദ്ദേഹം സൂചിപ്പിച്ചത്.
അല്ല, കാറിൽ കയറ്റിയത് തെറ്റായി എന്നല്ല പറഞ്ഞു. കാറിൽ കയറ്റുന്നത് കുഴപ്പമില്ല, കയറ്റുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വർഗീയമായ പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ആ പരാമർശങ്ങളെ ന്യായീകരിച്ചും സമീകരിച്ചും സംസാരിക്കേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല എന്ന സന്ദേശമാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ലാതെ പർട്ടിക്കുലർ ആയിട്ട് ഒരു ഇവന്റിനെ സൂചിപ്പിച്ച് പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയനിൽ നിന്ന്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കേരളത്തിന്റെ സമൂഹത്തിലെ ഒരു സോഷ്യൽ ഫാബ്രിക് തകർക്കുന്ന രീതിയിലുള്ള നിരന്തരമായ ഇടപെടൽ ഉണ്ടാകുന്നു. ഒരു ഭൂരിപക്ഷ പ്രകടനം ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിനെയാണ് വിമർശിച്ചത്. രാഷ്ട്രീയമായ വിമർശനമാണ്. ആ രാഷ്ട്രീയമായ വിമർശനത്തിനകത്ത് സൂചിപ്പിച്ച ഒരു കാര്യത്തിലെടുത്ത് അതിലേക്ക് ചർച്ച കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ശരി, ശ്രീ ചന്ദ്രസേനൻ, ഒരേ സമയം സമുദായ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളുമായിരുന്ന നിരവധി ആളുകളുണ്ട്. അതിപ്പോൾ കെ കേളപ്പനാകട്ടെ, ആർ ശങ്കർ ആകട്ടെ, അങ്ങനെ വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്ന് സമുദായ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളുമായിട്ടുണ്ട്. അവരെല്ലാം കേരളത്തിൽ സമ്മതി നേടിയിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ ഒരു സമുദായ നേതാവ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമാണ് എന്ന് മറ്റൊരു സമുദായ നേതാവ് ആരോപിക്കുകയാണ്. ആ ആരോപണത്തെ സ്ഥിരീകരിക്കുന്ന ധാരാളം വിവരങ്ങളുണ്ട്. അദ്ദേഹം തന്നെയാണ് ഒരു പാർട്ടി രൂപീകരിച്ച് അദ്ദേഹത്തിൻ്റെ മകനെ അതിൻ്റെ നേതാവാക്കി ഒരു മുന്നണിയിൽ ചേർത്തിട്ടുമുള്ളത്. അപ്പോൾ സ്വന്തം സമുദായത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണോ വെള്ളാപ്പള്ളി? അത് തിരിച്ചറിയുന്നതിൽ ആരൊക്കെ പരാജയപ്പെടുന്നുണ്ട്? തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം താല്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി ഈ സമുദായത്തെ ഉപയോഗിക്കുകയാണ്. ഇദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ, ആർ ശങ്കർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം രാഷ്ട്രീയ നേതാവായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം രാഷ്ട്രീയ നേതാവായി, സമുദായ നേതാവായി, രാഷ്ട്രീയ നേതാവായി, കേരളത്തിൻ്റെ ഭരണാധികാരിയായി. അവിടെ ഒരു കാര്യം ഉള്ളത്, 1944 ആർ ശങ്കർ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് പ്രവർത്തനം അവസാനിപ്പിച്ചു. ആ കോൺഗ്രസ് പ്രവർത്തനം അവസാനിപ്പിച്ച് പിന്നീട് അദ്ദേഹം 1954 SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണ് സജീവമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. പിന്നീട് ഹിന്ദു മണ്ഡലം 42 ഉണ്ടാക്കി. പക്ഷേ അന്ന് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണാനും സമുദായത്തെ സമുദായമായി കാണാനുമുള്ള വിവേകവും ബുദ്ധിയും അതിനുള്ള ആർജവും അന്നത്തെ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടായിരുന്നു. കാരണം അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, സംസ്കാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്ത ഒരാൾ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിനൊന്നും തിരിച്ചറിയാൻ കഴിവില്ല. എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടെന്ന് PK ഗോപൻ പറഞ്ഞ ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. കാരണം കുമാരനാശാനെയും വെള്ളാപ്പള്ളി നടേശനെയും താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ആ കുമാരനാശാനെയും വെള്ളാപ്പള്ളി നടേശനെയും താരതമ്യം ചെയ്തു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. കുമാരനാശാൻക്ക് ആൾക്ക് കേമനാണെന്നുള്ള നിലയിൽ കൂടെ സംസാരിച്ചു. അതെപ്പോഴാണ് സംസാരിച്ച്? മലപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷപ്രസംഗം, അതിഭീകരമായ വിദ്വേഷപ്രസംഗം നടത്തിയതിന് ശേഷം അങ്ങ് ചേർത്തലയിൽ വന്ന് കെട്ടിപ്പിടിച്ച് ഷാള് ഇട്ടിട്ടാണ് ചെയ്തത്. ആ ഷാളിട്ട് തെറ്റാണെന്നാണ് പറഞ്ഞത്. വിദ്വേഷപ്രസംഗം, മതവിദ്വേഷവും വർഗീയ വിദ്വേഷവും നടത്തി, പ്രചരണം നടത്തി. അത് കേരളത്തിൻ്റെ സാധാരണക്കാരുടെ മനസ്സുകളിലേക്ക് അത് ആഴത്തിൽ പതിഞ്ഞാൽ കേരളത്തിലുണ്ടാകുന്ന അപകടം എന്താണെന്ന് തിരിച്ചറിയുന്ന സമൂഹം അതിനെ എതിർത്തു. അത് ഞങ്ങളൊക്കെ എതിർത്തവരാണ്. പക്ഷേ അതിനെ ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതിനെ വളരെ നിസ്സാരമായി കാണുകയും അത് ശരിയാണെന്ന നിലയിൽ കൂടെ അഡ്രസ്സ് ചെയ്തതാണ് കേരളത്തിൽ ഇത്രയും അപകടത്തിലേക്ക് പോയത്. നേരത്തെ സംസാരിച്ചതിനൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ SNDP NSS ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് അത് സർക്കാർ സ്പോൺസേഡ് തന്നെയായിരുന്നു. കേരള സർക്കാർ സ്പോൺസേഡ്, സർക്കാർ എന്ന് പറയാൻ പറ്റത്തില്ല, സർക്കാരിലെ 1-2 പേരുള്ള സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ആ പരിപാടി പൊളിയാൻ കാരണം അപ്പോൾ മറ്റ് രാഷ്ട്രീയക്കാർ അതിനകത്ത് ഇടപെട്ടു. ആ ഇടപെട്ടപ്പോൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന മറ്റ് രഹസ്യങ്ങളൊക്കെ പുറത്തു വന്നു. ഈ സർക്കാരിൻ്റെ ചില സർക്കാരിൻ്റെ ചില മന്ത്രിമാർ, പ്രധാനമായും ശ്രീ വാസവൻ, അദ്ദേഹമാണ് വെള്ളാപ്പള്ളി നടേശനെ എന്നും എക്കാലവും സംരക്ഷിച്ചിട്ട് പോകുന്നുള്ളത്. ഞാൻ ആ അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് പൊതു സമൂഹത്തിൽ ഞങ്ങൾ പിന്നീട് ആവശ്യം വന്ന ചർച്ചയ്ക്ക് വെക്കാം. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന് വേണ്ടി എല്ലാ വിടുപടിയും ചെയ്യുന്ന കേരള രാഷ്ട്രീയത്തിലെ 2 മന്ത്രിമാരെന്ന് പറയുന്നത് വാസവനും സജി ചെറിയാനും മാത്രമാണ്. ആ 2 പേരും കൂടിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. അവർ 2 പേരുടെയും പിന്തുണയും പ്രോത്സാഹനമാണ്. കാരണം ഈ സജി ചെറിയാൻ്റെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ അതേ നാവാണ് സജി ചെറിയാൻ്റെ നാവിൽ നിന്നും വന്നത്. ഇതിൻ്റെ അപകടം എന്താണ്? ഒരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരായിരിക്കുന്ന മന്ത്രിമാരായിരിക്കുന്ന ആളുകളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു 7ാം കിടക്കാരൻ, ഒരു 4ാം കിടക്കാരൻ. SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പദവി ഇപ്പം ഇല്ലെന്നേ. SNDP യോഗത്തിൻ്റെ ഒരു ഭാരവാഹിയില്ല. 2015 തിരഞ്ഞെടുക്കപ്പെട്ട SNDP യോഗത്തിൻ്റെ ബൈല പ്രകാരം 2020 കാലാവധി അവസാനിച്ചു. 2020 കാലാവധി അവസാനിച്ചതിന് ശേഷം അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല.
എന്തുകൊണ്ടാണ് നടത്താഞ്ഞത്? എല്ലാവർക്കും വോട്ടവകാശം എന്ന് പറയുന്ന ഒരു കാര്യം ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് കിട്ടി. എല്ലാവർക്കും വോട്ടവകാശം എന്ന് പറയുന്ന ആ സമ്പ്രദായം ഈ SNDP യോഗത്തിൽ പ്രാവർത്തികമാകുമ്പോൾ വെള്ളാപ്പള്ളി നടേശന് ഒരു വോട്ടും കിട്ടില്ല, 5% വോട്ട് കിട്ടില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തിയില്ല. അത് കമ്പനി നിയമപ്രകാരമുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്തപ്പോൾ ഞങ്ങൾ IG രജിസ്ട്രേഷനെ സമീപിച്ചു. IG രജിസ്ട്രേഷൻ്റെ മുമ്പിൽ അന്ന് വാസവൻ എന്ന് പറയുന്ന മന്ത്രിയാണ് അദ്ദേഹത്തിന് വേണ്ടി എല്ലാ പ്രൊട്ടക്ഷനും ചെയ്തത്. എന്നിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തിട്ട് അയാൾ ആ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന പദവി ഉപയോഗിച്ചാണ് നവോത്ഥാന സമിതിയുടെ ചെയർമാനായെന്ന് പറഞ്ഞത്. SNDP യോഗത്തിന് അങ്ങനെ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനം സാങ്കേതികമായിട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ SNDP യോഗത്തിന് ഇന്ന് കൗൺസിലില്ല, ബോർഡില്ല, നിയമപരമായ ഒരു സംവിധാനവുമില്ല. ആ SNDP യോഗത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് കോർട്ടിലേക്ക് ഇത് പോയിരിക്കുകയാണ്. എല്ലാവർക്കും വോട്ടവകാശം, അതായത് ഈ കമ്പനി നിയമപ്രകാരം അവർക്ക് എല്ലാവർക്കും വോട്ടവകാശം കൊടുക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനമെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് പോയിരിക്കുക. അന്ന് ആ കേസിൻ്റെ വാദം പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിനിധി പോലും, ഒരു വക്കീൽ പോലും എഴുന്നേറ്റ് നിൽക്കാനില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരു അണിയറ ഒരു വളരെ സംശയാസ്പദമായ രീതിയിൽ, ഗൂഢമായ രീതിയിലുള്ളൊരു പദ്ധതി അണിയറയിൽ ഒരുങ്ങി. ആ അണിയറയിൽ ഒരുങ്ങിയതിൻ്റെ പിന്നിൽ BJPയുടെ നേതാക്കന്മാരുടെയും ഇന്ന് ഈ പറയുന്ന CPM-ലെ 2 നേതാക്കന്മാരുടെയും പിന്നാമ്പുറം ഉണ്ടെന്നേ ഞങ്ങൾ വ്യക്തമായി പറയാം. ഇത് പറയാൻ കാരണം ഇതിൻ്റെയൊക്കെ പിന്നിലൊരു അജണ്ടയുണ്ട്. ഈ അജണ്ട എന്ന് പറയുന്നത് SNDP യോഗത്തെ തകർക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഞാൻ പണ്ടൊരു സിനിമയുടെ കാര്യമാണ് വരുന്നത്. പ്രാഞ്ചിയേട്ടൻ കുറേ പണമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഒരു അവാർഡിന് പോകുന്ന ഒരു പ്രാഞ്ചിയേട്ടനെ പറ്റി ഒരു സിനിമ ഇറക്കി എന്ന് പറയുന്നവരാണ് വെള്ളാപ്പള്ളി നടേശന് കുറേ SNDP യോഗത്തിൽ നിന്ന് ട്രസ്റ്റിൽ നിന്ന് മോട്ടിച്ചെടുത്ത കുറേ പണം കൊണ്ട് കുറേ ബാറുകളൊക്കെ ഉണ്ടാക്കി SNDP യോഗത്തിലെ ആളുകളെ കൊണ്ട് ആരവും ഒക്കെ ഉണ്ടാക്കി SNDP യോഗത്തിൻ്റെ എല്ലാ തകർച്ചയും ഉണ്ടാക്കി വെള്ളാപ്പള്ളി നടേശന് എല്ലാം കിട്ടി. അത് കണ്ടപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് ഏതാണ്ട് സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് ഒരു അവാർഡ് കൊടുത്താൽ ഈ കേരളത്തിലെ എല്ലാ ഈഴവരും അവർ വോട്ട് ചെയ്യുമെന്നുള്ളൊരു മിഥ്യാധാരണയുടെ അടിസ്ഥാനത്തിൽ BJP അത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇതേ മിഥ്യാധാരണയാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടുത്തെ 2 മന്ത്രിമാർ പച്ചയായിട്ട് ഞങ്ങൾ പറയുന്നു, വാസവൻ എന്ന് പറയുന്ന മന്ത്രിയും സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രിയും കൂടിയാണ് ഈ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിക്കുകയും ഇതിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്തത്. ആ മുഖ്യമന്ത്രി അവസാനം എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാത്തത്. കാരണം ആ വെള്ളാപ്പള്ളി നടേശൻ എന്താണെന്നും വങ്കനാണെന്നും സമുദായദ്രോഹിയാണെന്നും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്നും കഴിവതിക്കാരനാണെന്നും ദേശവിരുദ്ധനാണെന്നും പുസ്തകം എഴുതിയ മുഖ്യമന്ത്രി എങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒപ്പം പോയി എന്നുള്ളത് ഇന്നും കടങ്കഥയായി നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ട്. അത് തിരിച്ചറിഞ്ഞു സുകുമാരൻ നായർ. അത് തിരിച്ചറിയാനുള്ള വിവേകം സുകുമാരൻ നായർക്ക് ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, സുകുമാരൻ നായർക്കും ബോർഡിനും ഉണ്ടായി. ഇവിടെ SNDP യോഗത്തിന് കൗൺസിലില്ല, ബോർഡില്ല, കുറേ ആളുകളെ വിളിച്ചു കൂട്ടി. എവിടെ വിളിച്ചു കൂട്ടുന്നേ? SNDP യോഗത്തിന് അവസാനം കൊല്ലമാണ്. ആ കൊല്ലത്തല്ല വിളിച്ചു കൂട്ടുന്നേ. കൊല്ലത്തൊരു യോഗവും നടക്കില്ല. അത് വിളിച്ചു കൂട്ടുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ ബാർ ഹോട്ടലില്ല. ഒന്ന് ഈ പ്രിൻസ് ബാർ ഹോട്ടലിൽ, അതല്ലെങ്കിൽ ട്രാവൻകൂർ പാലസ് ബാർ ഹോട്ടലിൽ, അല്ലെങ്കിൽ കരപ്പുറം ബാർ ഹോട്ടൽ. അവിടെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും കൊടുക്കും. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കൂപ്പണും കൊടുക്കും. ആവശ്യമുള്ളത് കഴിക്കുക, അവിടെ വന്ന് കൈയടിക്കുക, പൊക്കോളുക. എന്നിട്ട് തീരുമാനമാണ്. അച്ഛനും മോനോട് പറയും ഇതാണ് തീരുമാനം. അത് SNDP യോഗത്തിൻ്റെ തീരുമാനമായിട്ട് എങ്ങനെയാണ് വരുന്നത്? അത് SNDP യോഗത്തിൻ്റെ തീരുമാനമല്ല. SNDP യോഗത്തിൻ്റെ തീരുമാനം എന്ന് പറയുമ്പോൾ അതിന് അംഗീകൃതമായ ബൈലയുണ്ട്. ആ ബൈല പ്രകാരം തെരഞ്ഞെടുപ്പ് നടക്കണം. ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ ആളുകൾക്കും വോട്ടവകാശം കിട്ടണം. ആ വോട്ടവകാശം കിട്ടി അവർക്ക് വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതി ആയിരിക്കണം. 1996 ശേഷം SNDP യോഗത്തിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പേ നടന്നിട്ടില്ല. ഗുണ്ടായിസമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ അതിനുവേണ്ടി അവരുണ്ടാക്കിയെടുത്ത പാർട്ടിയാണ് BDS. ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം. ഇവിടെ ഒരു തർക്കം പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശൻ ഏത് പാർട്ടിയാണ് എന്ന് ചോദിച്ചു. വെള്ളാപ്പള്ളി നടേശൻ ഏത് പാർട്ടിയാണ് എന്ന് ഇവിടെ പലരും ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ പാർട്ടി ഏതാണെന്ന് ഗോവൻ സഖാവ് പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ പാർട്ടി ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കള്ള് ഷാപ്പുകളുടെ കണക്കെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഡയലോഗ് എന്ന് പറയുന്നത് പിണറായി വിജയൻ 3ാമതും അധികാരത്തിൽ വരും. അത് മറ്റ് മന്ത്രിമാർ എൻഡോസ് ചെയ്തില്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടി ഇത്രമാത്രം നാവ് ഉയർത്തുന്നത് എന്തിനു വേണ്ടി? ആ വെള്ളാപ്പള്ളി നടേശൻ ആണ് അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു സമത്വ മുന്നേറ്റ യാത്ര നടത്തി. ആ സമത്വ മുന്നേറ്റ യാത്ര നടത്തി തിരുവനന്തപുരത്ത് കൊടിയെടുത്ത് വീശി
BDJS ആണ് നമ്മുടെ പാർട്ടി എന്ന് 3 പ്രാവശ്യം പ്രഖ്യാപിച്ച് BDJSന് രൂപം കൊടുത്തു, ജന്മം കൊടുത്തു. അപ്പോൾ അതിൻ്റെ പിതാവാരാ? വെള്ളാപ്പള്ളി നടേശൻ. ആ പിതാവ് പിന്നെ പറയാം ഇത് എൻ്റെ മോനല്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ശരി. എന്നിട്ട് അവിടെ നിന്ന് നേരെ എവിടെ പോയത്? അങ്ങ് ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുമായി കണ്ടു. അച്ഛനും മോനും വേറൊരാളുടെ പോയി. അവിടെ പോയി കണ്ട് അവിടെ കരാർ ഒപ്പിട്ടു. എന്താ കരാറ്? അവിടുത്തെ പ്രധാന കരാർ എന്നെ എൻ്റെ വീട്ടിൽ ED വരരുത്, ഇൻകം ടാക്സും വരരുത്, ഞാൻ എല്ലാ അഴിമതിയും കാണിക്കും. അതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ലക്ഷ്യം. അതിൽ കൂടുതൽ ലക്ഷ്യമില്ല. പിന്നെ ഒരു ലക്ഷ്യം കൂടി ഉണ്ട്, മോനെ ഏതെങ്കിലും ഒരു സ്ഥാനത്തെത്തണം. അപ്പോൾ മോനെ ഏതെങ്കിലും സ്ഥാനത്തെത്തിക്കാൻ വേണ്ടി ഈ പുതിയൊരു ബാന്ധവം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. ഈ പറയുന്ന ഈ സജി ചെറിയാനും വാസവനും കൂടി ഉണ്ടാക്കിയ, അല്ലെങ്കിൽ അവർ മുൻകൈ എടുത്ത് ഉണ്ടാക്കിയ ഈ സുകുമാരൻ നായർ വെള്ളാപ്പള്ളി ഐക്യം ആർ റാഞ്ചിക്കൊണ്ടുപോയി? അത് BJP റാഞ്ചിക്കൊണ്ടുപോയി. നേരത്തെ തിരിച്ചറിഞ്ഞു കേരള ജനത അറിയട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദാമോദർ പ്രസാദ്, ഇവിടെ PK ഗോപൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണ് എന്ന് അന്വേഷിക്കാനും CPM-നില്ല. വെള്ളാപ്പള്ളിയെ അല്ല പരിഗണിക്കുന്നത്, അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തെയാണ്. ആ സ്ഥാനത്തെ പരിഗണിക്കുന്നത് തന്നെ SNDP ഒരു നവോത്ഥാന പ്രസ്ഥാനമായതുകൊണ്ടാണ്. ഇതാണ് വിശദീകരണം. അപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് NSS ചോദിക്കുമ്പോൾ നോക്കുക, ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പിണറായി വിജയൻ അങ്ങോട്ട് പോയി കണ്ട് സന്ദർശിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അതേസമയം നാട്ടകം ഗസ്റ്റ് ഹൗസിൽ സുകുമാരൻ നായരെ കാണാൻ പിണറായി വിജയൻ അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. അത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? വ്യത്യാസമുണ്ട്. ആ ചോദ്യത്തിന് എനിക്കൊരു അജിംസ് മറുപടി പറയുന്നതിന് മുമ്പ് അജിംസ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനോട് ചോദിച്ചൊരു ചോദ്യം എനിക്ക് പ്രസക്തമാണ് തോന്നുന്നുണ്ട്. അതായത് VD സതീശൻ കോൺഗ്രസിൻ്റെ അകത്ത് ഉയർത്തിയ, അതായത് സാമുദായിക നേതാക്കളുടെ ഈ രാഷ്ട്രീയ സ്വഭാവത്തിനെതിരെ ഉയർത്തിയ പോലെ തന്നെ KC വേണുഗോപാലിനെ പോലൊരാൾ ഉയർത്താൻ ധൈര്യം കാണിച്ചു എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വെള്ളാപ്പള്ളി കഴിഞ്ഞ കുറച്ചു കാലം നടത്തിക്കൊണ്ട പ്രസ്താവനയിൽ NSനെ കോർക്കാൻ ശ്രമിച്ച VD സതീശൻ വിരുദ്ധം മാത്രമല്ല, മുസ്ലിം ലീഗ് വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയുണ്ട്. NSS മുസ്ലിം വിരുദ്ധതയിലേക്ക് പോയിട്ടുണ്ടാവില്ല, പക്ഷേ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് NSന് സംവരണ തർക്കമുണ്ട്. ആ പ്രശ്നം NSS പറഞ്ഞിരുന്നു, സുമാരനെ പറഞ്ഞിരുന്നു. അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ UDFിൻ്റെ ഘടകകക്ഷിയെ ഡിഫെൻഡ് ചെയ്യാൻ പോലും UDFിന് പല നേതാക്കൾ, സതീശനോട് മറ്റേ നേതാക്കൾക്ക് മടിയായിരുന്നുള്ള വസ്തുതയും കൂടി ഉണ്ട് എൻ്റെ അകത്ത്. കാരണം പറയേണ്ട സ്ഥലത്ത് പറയുന്നതാണ് രാഷ്ട്രീയം. CPM നിങ്ങൾ വിമർശിക്കുമ്പോൾ നിങ്ങൾ ഒരേ ശബ്ദത്തിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അപ്പോൾ VD സതീശനെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാര്യം ആ ആർജവത്തിൽ VD സതീശൻ എങ്ങനെയാണോ പറഞ്ഞത് അതേ ആർജവത്തിൽ പറയാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. കാര്യം വോട്ട് കിട്ടേണ്ടി വരും. കാര്യം മത്സരിക്കുന്ന മണ്ഡലങ്ങൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ഇവരുടെ നിസ്സാര വോട്ടുകൾ ചിലപ്പോൾ വാങ്ങേണ്ടി വരും. പക്ഷേ ഒരു വസ്തുത നിൽക്കുന്നുണ്ട്, UDFിൻ്റെ കൂടെ എക്കാലത്തും ഉറച്ചു നിന്ന ഒരു ഘടകകക്ഷിയെ മുസ്ലിം ലീഗിനെയാണ് ആക്രമിച്ചത് വെള്ളാപ്പള്ളി നടേശൻ. അതുപോലെ മുസ്ലിം വിരുദ്ധതയാണ് പ്രചരിപ്പിച്ചത്. അത് പറയാൻ ബാധ്യതപ്പെട്ടുണ്ട് രാഷ്ട്രീയം. മതേതരത്വമാണ് നിങ്ങളുടെ കൊടിയടയാളമെങ്കിൽ നിങ്ങൾ CPM വിമർശിക്കുന്നതുകൊണ്ടല്ലേ അത് പറയാൻ നിങ്ങൾ ബാധ്യത എന്താണെന്നുള്ളത് അത് വ്യക്തമായും വളരെ വ്യക്തമായി ആർജവത്തോടെ സതീശൻ പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് സതീശൻ പ്രതിപക്ഷ നേതാവാണ്, നാളെ ഭാവിയിൽ മുഖ്യമന്ത്രി ആവുന്നുള്ളത് പൊതുസമൂഹത്തിന് പ്രധാനപ്പെട്ട കാര്യമല്ല. അത് ആര് പറഞ്ഞു എന്നുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ മുമ്പും നേതാക്കളുണ്ട് കേട്ടോ. അപ്പോൾ VS സുധീരനെ പോലെ VSനെ പോലെ ആൾക്കാരൊക്കെ ഇത് വളരെ ശക്തമായി നിലപാടെടുത്ത ആൾക്കാരാണ്. നമ്മളെല്ലാവരെയും കണ്ടുണ്ട്. സതീശനെ ഒറ്റപ്പെട്ട് രീതിയിലിങ്ങനെ എന്താ പറയുക ആദർശവൽക്കരിക്കാൻ വേണ്ടില്ല. കേരളത്തിൽ അങ്ങനെ പറഞ്ഞ പല നേതാക്കളുണ്ട്. VS സുധീരൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ VS അച്യുതാനന്ദൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. VS ഞാനായിരിക്കും പക്ഷേ ഏറ്റവും ശക്തമായിട്ട് ഇത് അവതരിപ്പിച്ച ആൾ. ആ ആർജവം എന്തുകൊണ്ട് പിണറായി വിജയൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നത് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി രണ്ടാമതായിട്ട് PK ഗോപനെ പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പുതിയ തലമുറയിൽ വളരെ വായനാ സമ്പന്നമായിട്ട് നേതാവ് കൂടിയാണ് PK ഗോപൻ പുതിയ എടുക്കുകയാണെങ്കിൽ. അതുകൊണ്ട് അദ്ദേഹം ഈ നവോത്ഥാന ചരിത്രം പറഞ്ഞ സമയത്ത് അദ്ദേഹത്തെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ശരിയായിരിക്കില്ല. പക്ഷേ ഗുരു തള്ളിപ്പറയേണ്ട SNDPയെ കാര്യം അതിനെ സംബന്ധിച്ചുള്ള ഒരു ജാതി വഴക്കത്തിലേക്ക് പോവുകയും താൻ ഗുരു തന്നെ പറഞ്ഞിരുന്നത് ജാതി സംവത്സരം ഉപേക്ഷിച്ചു എന്ന് പറയുന്നൊരു ഘട്ടം എന്ന് പറയുന്നത് ഈ SNDP ജാതിവൽക്കരിക്കാനുള്ള ശ്രമമാണ്. വെള്ളാപ്പള്ളി രാപ്പകൽ ജാതിയല്ലേ പറയുന്നത്? ശ്രീനാരായണ ആശ്രയം വല്ലതും പറയുന്നുണ്ടോ ഗോപൻ? കഴിഞ്ഞ കുറച്ച് കാലം ഇപ്പോഴും പറഞ്ഞോളൂ. അദ്ദേഹം അതിന് പറയുന്ന വേറെ രാഷ്ട്രീയ സംവരണ രാഷ്ട്രീയമാണ് മനസ്സിലാക്കുക. അതൊന്നല്ല, ജാതിയെ തന്നെ പറയുന്നത്. ജാതി വിരുദ്ധമാണ് ശ്രീനാരായണ ധർമ്മം. ജാതി വിരുദ്ധ കേരളത്തിൽ ജാതി വിരുദ്ധമായ ഒരു ധർമ്മം ഉണ്ടെങ്കിൽ അത് ശ്രീനാരായണ ധർമ്മം തന്നെയാണ്. സംശയമില്ല. ആ കാര്യത്തിൽ നമുക്ക് രണ്ടുപേർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ അതാണോ ഈ വെള്ളാപ്പള്ളി കുറേ കാലം പറഞ്ഞുകൊണ്ട് ജാതീയതയും പറയും, ആ ജാതിയെ പുറമെ ആ ജാതീയത അദ്ദേഹം എങ്ങനെ ഉപയോഗിക്കുന്നു? അതൊരു ഒരു മർദ്ദ ജനവിഭാഗത്തിൻ്റെ ഒരു സമരവീരിയായിട്ടല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് അത് മുസ്ലിം വിരുദ്ധമായിട്ട് രാഷ്ട്രീയം. അതാണല്ലോ നായാടി നസ്രാണി എന്ന കോയിനേജ്. നിങ്ങളുടെ ഏത് നേതാക്കളെ വിമർശിച്ചു ഗോപൻ? ഏത് നേതാവിനെക്കുറിച്ച് പരസ്യം വിമർശിച്ചു? കേരളത്തിൽ ഇത്തരം മതനിരപേക്ഷമല്ലാത്തൊരു രാഷ്ട്രീയം ഏതെങ്കിലും സാമുദായിക നേതാക്കൾ പറയുമ്പോൾ മുമ്പ് വിമർശിച്ചത് നിങ്ങൾക്കില്ലേ? പിണറായി വിമർശിച്ചില്ലേ? നിങ്ങൾ ഈ പ്രാവശ്യം നിങ്ങളുടെ സെക്രട്ടറിയേറ്റ് മറുപടി പറഞ്ഞോ? അതിനെ വിമർശിക്കുന്നുണ്ട്. വളരെ പതുക്കെ മൃദുവായിട്ട് വിമർശിക്കുന്നുണ്ട്. പറയുന്ന ആർജവത്തോടെ സതീശൻ ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. കാരണം അത്തരമൊരു രൂപീകരണത്തെക്കുറിച്ച് കേരളത്തിൽ പറയുന്നത് നിങ്ങൾ പറഞ്ഞ ശരിയാണ്. PK ഗോപൻ അത് വലിയ ആഘാതം സൃഷ്ടിക്കുന്നത്. കേരളത്തെ വിഭജിക്കാനുള്ള രാഷ്ട്രീയമാണ്. അതിനെ ആ നിലയ്ക്ക് നേരിടണം, പുറത്താക്കണം.
നവോത്ഥാന സമിതി പുറത്താക്കണം, അത്ര അഭിപ്രായങ്ങൾ അവിടെ ഇരിക്കാൻ അർഹനല്ല. കാര്യം നവോത്ഥാനമല്ല, അത് നവോത്ഥാനമായിട്ട് ഒരു പുലബന്ധമില്ല, അത് ശ്രീനാരായണ ധർമ്മത്തിന് വിരുദ്ധമാണ്. ഇനി ആശാനെക്കുറിച്ച് പറഞ്ഞ സമയം ആശാനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. കാര്യം ജാതി വിരുദ്ധമായിരിക്കും തന്നെ ഒരു മതനിരപേക്ഷ നിലപാടാണ് ആശാൻ്റെ പല കവിതകളും പ്രതിഫലിച്ചെന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് പലതും ഉന്നയിക്കുന്നതൊക്കെ ഒരു കാവ്യശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ സാഹിത്യചരിത്രമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ദുരവസ്ഥയുടെ ഒരു ഉള്ളടക്കമായിരിക്കില്ല. ചണ്ടാള വിഷയം ഉള്ളടക്കമല്ല, ചിന്താവിഷയ സീത തുടങ്ങിയ അതിൻ്റെ അകത്തുള്ള പല എന്താ പറയുക, അതിന് കാവ്യാത്മകവും അതിൻ്റെ ഉള്ളടക്കപരമായിട്ടുള്ള ചില വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മതനിരപേക്ഷമായിരുന്നു ആശാൻ്റെ എല്ലാ കാല നിലപാടെന്നുള്ള കാര്യം ഇന്ന് നമ്മൾ പുതിയ കാഴ്ചപ്പാടിൽ ആ രീതിയിൽ കാണുന്നില്ല. കാര്യം ഹിന്ദു രാഷ്ട്രീയമൊക്കെ അതിൻ്റെ അകത്ത് ഏതൊക്കെയോ നിഴലിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആശാൻ വലിയൊരു പ്രബുദ്ധതയുടെ ഭാഗമായിരുന്നു. ആ പ്രബുദ്ധതയുടെ 4 അയൽവത്ത് എന്താ പറയുക വെള്ളാപ്പള്ളി വന്നിട്ടില്ല. മാത്രമല്ല അദ്ദേഹം ഇവിടെ പ്രതിദാനം ചെയ്യുന്ന എപ്പോഴും നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ഭാഗത്ത് കേരളത്തിൽ അദ്ദേഹത്തെ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപക്ഷെ കേരളത്തിലെ സർക്കാരിൻ്റെ സഹായ പദ്ധതി, കാര്യം VS മുന്നോട്ട് പോയ സമരമാണ്, VS കേസ് പോയതാണ്, അതിനെക്കുറിച്ച് യാതൊരു നിലപാടുമില്ല. നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അതിലൊരു ഇവരെ സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതേസമയം അദ്ദേഹം നിലനിൽക്കുന്ന BJPയുടെ രാഷ്ട്രീയമാണ് പറയുന്നത്. ഇടതുപക്ഷ പിണറായി വിജയൻ മൂന്നാമത് വരണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ വരണം എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിൻ്റെ കേരള രാഷ്ട്രീയം, സംഘപരിവാർ രാഷ്ട്രീയമൊക്കെ തീവ്ര സംഘപരിവാറുകാരും പറയാത്ത രാഷ്ട്രീയമാണ് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? അദ്ദേഹത്തെ ഒരു തരത്തിൽ അംഗീകരിക്കണം, അദ്ദേഹം മാറ്റി നിർത്താൻ ബാധ്യസ്ഥരാണ് നിങ്ങൾക്ക് മതനിരപേക്ഷമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ അർത്ഥമില്ല. കാര്യം നിങ്ങൾ പ്രവർത്തിക്കുന്ന ഈ സമൂഹത്തിലാണ്. ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ നിലപാടെടുക്കാനും ആരാണത് പറഞ്ഞത് അവരെ എതിർക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. നിങ്ങളുടെ നിലപാട് അതാകണം. നിങ്ങൾ മതനിരപേക്ഷതയാണല്ലോ നിങ്ങളുടെ കൊടിയടയാളം, പിന്നെ എന്തുകൊണ്ട് പറയുന്നില്ല? ശരി, ശ്രീ PK കോപൻ, ഈ BDJs ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളാപ്പള്ളി എന്താണ്, വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയം എന്താണ്, വെള്ളാപ്പള്ളിയുടെ പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കിയാണ് VS അച്യുതാനന്ദൻ. അതേ VS അച്യുതാനന്ദനെ കൂടി ഇരയാക്കുകയാണ് BJP പത്മ അവാർഡ് സമ്മാനിക്കുന്നതിലൂടെ. അപ്പോൾ ഒരേ സമയത്ത് വെള്ളാപ്പള്ളി നടേശനും നഖശിഖാന്തം അദ്ദേഹത്തെ രാഷ്ട്രീയത്തെ എതിർത്ത VS അച്യുതാനന്ദനും ഒരേ സമയം പത്മ അവാർഡ് നൽകുകയാണ് BJP ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ പോലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറയുന്നത് VSന്റെ കുടുംബത്തിന് താല്പര്യമാണെങ്കിൽ അത് സ്വീകരിക്കട്ടെ എന്നൊരു നിലപാടാണ് പറയുന്നത്. നോക്കുക, VS സ്വീകരിച്ച നിലപാടല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം വെള്ളാപ്പള്ളിയോട് സ്വീകരിക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം മൈക്രോ ഫിനാൻസ് കേസിൽ പ്രതിയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ സർക്കാരാണ് മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട ഒരാളുടെ ആത്മഹത്യാ പ്രേരണയ്ക്ക് ഇദ്ദേഹത്തെ പ്രതി ചേർത്തിട്ടുള്ളത്. പല കേസുകളിൽ പ്രതിയായ ഒരാൾ കൂടിയാണ് ആ SNDP എന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കസരയിലിരിക്കുന്നയാൾ. ശ്രീ PK കോപൻ. ശ്രീ അജിംസെ, ഒരുപാട് പ്രശ്നങ്ങൾ പ്രതികരിക്കേണ്ടതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ചർച്ചയിൽ വരാത്തൊരു കാര്യം കൂടി അങ്ങെടുത്ത് ഉയർത്തിയത്. അതിൽ CPIMൻ്റെ നിലപാട് ആദ്യമായിട്ട് അങ്ങ് പെട്ടെന്ന് ഞാൻ പറയാം. ഒന്ന്, CPIMൻ്റെ ദേശീയ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു നിരയുണ്ടായിരുന്ന പാർട്ടിയാണ് CPIM. ഉദാഹരണത്തിന് EMSന് പത്മവിഭൂഷൺ വാഗ്ദാനം ചെയ്തു, EMS നിരസ്കരിച്ചു. ഹർകിഷൻ സിംഗ് സുർജിത്തിന് പത്മവിഭൂഷൺ പറഞ്ഞു, തിരസ്കരിച്ചു. ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് നിർദ്ദേശിച്ചു, അദ്ദേഹം തിരസ്കരിച്ചു. സാക്ഷാൽ ജ്യോതി ബാസുവിന് നിർദ്ദേശിച്ചു, അദ്ദേഹം തിരസ്കരിച്ചു. അതെല്ലാം അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യ സമരം നടത്തിയത് താമ്രപത്രത്തിന് വേണ്ടിയോ സ്വാതന്ത്ര്യ സമര പെൻഷന് വേണ്ടിയോ അല്ല. അത് അവരുടെ ത്യാഗത്തിൻ്റെ ഫലമായിട്ട് അവർ ചെയ്ത കാര്യമാണ്. അതിനൊരു അംഗീകാരം ജനങ്ങളാണ് കൊടുക്കേണ്ടത്, ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക മുദ്രപത്രമല്ല കൊടുക്കേണ്ടത്. ഇതാണ് CPM സ്റ്റാൻഡ്. പക്ഷേ സഖാവ് VS ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് VSൻ്റെ അഭിപ്രായ അക്കാര്യത്തിൽ VSനെ കുടിരുത്തി VS ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ പാർട്ടി അത് നിരസിക്കുന്നതിന് ഒരു പ്രയാസമില്ല. ഇപ്പോൾ VSൻ്റെ കുടുംബമാണ് അഭിപ്രായം പറയേണ്ടത്. അതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ CPM അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അത് ചുമതലപ്പെടുത്തുകയും അവർ മരിച്ച VS ആയതുകൊണ്ട് അവരത് സ്വീകരിക്കാൻ തീരുമാനിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ചന്ദ്രസേൻ, ശ്രീ ബഹുമാന്യനായ ചന്ദ്രസേനൻ, നിങ്ങൾ ഈ ഫ്ലോറിൽ ചെയ്ത ഒരു പാതകം SNDPയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണോ നമ്മൾ ഈ ചർച്ച സംഘടിപ്പിച്ചത്? എന്തുമാത്രം ആഭ്യന്തര പ്രശ്നങ്ങൾ അദ്ദേഹം എടുത്തിട്ടത്? SNDPക്ക് അകത്തുള്ള അനൈക്യവും അതിനകത്തെ വെള്ളാപ്പള്ളിയുടെ നിലപാടും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് സെറ്റുകളുണ്ട്. പക്ഷേ ഈ സൗകര്യം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയത് ഒട്ടും ഉചിതമായെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ ചർച്ച ചെയ്യുകയും അത് പരിഹരിക്കുകയൊക്കെ വേണം. മാത്രമല്ല, ഇവിടെ ദാമോദർ പ്രസാദ് പറഞ്ഞ ഒരു വിഷയം, അതാണോ അദ്ദേഹത്തിൻ്റെ തർക്കം? SNDP ജാതിപരമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണോ ചന്ദ്രസേനൻ്റെ തർക്കം? അല്ലല്ലോ, അതൊന്നും അല്ലല്ലോ അവരുടെ തർക്കം. SNDP പല ഘട്ടങ്ങളിലും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. SNDP അദ്ദേഹം തള്ളി പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞതുപോലെ ഗാന്ധിജി കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് പിരിച്ചു വിട്ടോ? കോൺഗ്രസ് എവിടേക്കാണ് പോകുന്നതെന്ന് ഗാന്ധിജി കൃത്യമായിട്ട് അറിയാമായിരുന്നു.
അതുപോലെ ജാതിപരമായ ഉദ്ഘോഷത്തിന് വേണ്ടി SNDP പരിശ്രമിക്കുമെന്ന് ശ്രീനാരായണ ഗുരുവിനും ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരു ആ സംഘടന ഉണ്ടാക്കുമ്പോൾ അതിൽ ഈഴവ എന്ന പരാമർശം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ശ്രീനാരായണീയ ദർശനങ്ങൾ പരിപാലിക്കുന്ന ഒരു സംഘടനയായിട്ട് അതിന് രൂപം കൊടുത്തത്. ആ ശ്രീനാരായണീയ ദർശനത്തിൻ്റെ അടിസ്ഥാനം ജാതിവിരുദ്ധമാണ്. ആ ജാതിവിരുദ്ധം കേരളത്തിൽ യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലായിട്ട് സംഭവിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്ന ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടും കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്ന വർഗ ഐക്യത്തിൻ്റെ ഭാഗമായി നടത്തിയ സമരത്തിൻ്റെ തുടർച്ചയിലുമാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ സംഭവിക്കാൻ രാമസ്വാമി നായ്ക്കരോട് ഉണ്ടായിരുന്നല്ലോ? എന്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ സംഭവിക്കാൻ ജ്യോതിർമയി ഫൂലെ ഉണ്ടായിരുന്നല്ലോ? അത്തരം ആളുകളൊക്കെ ശ്രീനാരായണ ഗുരുവിനേക്കാൾ വലിയ പേരുകേട്ട ആളുകളാണ് അക്കാലത്ത് അവർ. അങ്ങനെയുള്ള ആളുകൾ നടത്തിയിട്ടും അവിടെ ഇപ്പോഴും തമിഴ്നാട്ടിൽ അമ്പലങ്ങളിൽ എല്ലാവർക്കും കയറാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ കേരളത്തിൽ അത് പറ്റിയത്, കേരളത്തിൽ അതിൻ്റെ ഒരു തുടർച്ചയുണ്ടായി. NSSനും SNDPക്കും നമ്മുടെ വഖഫ് മൗലവിയുടെ പ്രസ്ഥാനത്തിനും CN അഹമ്മദ് മൗലവിയുടെ മലയാള ഭാഷയിലേക്ക് അറബ് സാഹിത്യം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാവുന്നത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പാണ്. എന്റെ പോയിന്റ് അതായിരുന്നില്ല കേട്ടോ, ജാതി പറഞ്ഞതല്ല, ജാതിന്ന് മുസ്ലിം വിരുദ്ധയിലേക്ക് പോയാൽ ഞാൻ പറഞ്ഞത്. അതിൽ തർക്കമില്ല അജിംസെ, അതിൽ കയറി പിടിക്കണ്ട. അല്ല, അതിൽ കയറി പിടിക്കണ്ട. ക്ഷേത്രപ്രവേശന വിളംബരം എന്നാ ഉണ്ടായെന്നൊക്കെ അറിയാനുള്ള അത്രയും വിവരമുള്ള ആളാണ് ഞാൻ അതിലേക്ക് കടന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്തിനാ പേടി ഞാൻ അത് കയറി പറയുമെന്ന് വിചാരിച്ച്? കമ്മ്യൂണിസ്റ്റുകാർ അതിന്റെ പിന്തുണ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ എന്തിനാ കയറി പിടിക്കുന്നത്? ഞാൻ അതിലേക്ക് വന്നില്ല, അത് വേറെ ചർച്ചയാണ്. ഞാൻ അവിടെ ഞാൻ 50 തീർച്ചയായിട്ടും അതെ പറഞ്ഞുകൊണ്ട് വരിക സാർ. അല്ല അത് അങ്ങ് തർക്കിച്ചു. 50കളിൽ 60കളിൽ കേരളത്തിൽ ഭൂപരിഷ്കരണം വന്നപ്പോൾ കേരളത്തിൽ സംഭവിച്ചതും സ്കൂളിലെ ഫീസ് എടുത്ത് കളഞ്ഞപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് സ്കൂളിൽ കയറാൻ പറ്റിയതും, അതുപോലെ പറ്റത്തില്ലായിരുന്നു, സ്കൂളിൽ കയറാൻ പറ്റിയതും ഇതിന്റെ അടിസ്ഥാനമാണ്. നിങ്ങൾ 937 ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായിട്ടും 948 ഗുരുവായൂരിൽ നായർ ഉൾപ്പെടെ കയറി തുടങ്ങിയത്. ഇവിടെ സ്വാതന്ത്ര്യം കിട്ടി ഇതിന് ശേഷമാണ് കയറി തുടങ്ങി. അതിന് മുമ്പ് തീരുമാനം മാത്രമേ ഉള്ളായിരുന്നു, കയറാൻ പറ്റിയില്ല, കയറ്റിയില്ല അവിടെ. അപ്പോൾ അത് 950കളിൽ ഉയർന്നു വന്ന ഒരു തൊഴിലാളി വർഗ ഐക്യപ്രസ്ഥാനമുണ്ട് കേരളത്തിൽ. ആ ഐക്യപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ജാതിരഹിതം എന്നൊരു ആശയം EMS മുന്നോട്ട് വെക്കുന്നത്, മതനിരപേക്ഷ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല. ഇനി അങ്ങേ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, അങ്ങ് ഒരു ഉത്തരം പറയണം എനിക്ക്. മതം പറഞ്ഞതിൻ്റെ പേരിൽ കേരളത്തിൽ MLA സ്ഥാനം നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് പറ. CPM ആണോ? കോൺഗ്രസ് ആണോ? BJP ആണോ? BJP നോർത്ത് ഇന്ത്യയിലെല്ലാം ഇത് നടത്തി അവരുടെ പല MLA സ്ഥാനവും പോയിട്ടുണ്ട്, മന്ത്രിസ്ഥാനവും പോയിട്ടുണ്ട്. കേരളത്തിൽ അതിനുള്ള ധൈര്യം അവരതിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇനി അവർക്ക് വന്നുകൂടായില്ല. പക്ഷേ അവർക്ക് ഇതുവരെ MLA ഇല്ലാത്തതുകൊണ്ട് MP ഇല്ലാത്തതുകൊണ്ട് പോയില്ലെന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ അവർക്കും പോവാം. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ MLA ആയ KM ഷാജിക്കാണ് മതം പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ VD സതീശൻ KM ഷാജിയായിട്ടാണോ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ പോകുന്നത്? അദ്ദേഹത്തിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ടാണോ? ജമായത്തെ ഇസ്ലാമി കൃത്യമായ നിലപാട് പറഞ്ഞു, ഞങ്ങൾ മതരാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുന്നവരാ, ഞങ്ങളെ നിങ്ങൾ അങ്ങനെ സൂചിപ്പിക്കേണ്ട. അതിൻ്റെ നേതാവ് കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷേ സതീശൻ പറഞ്ഞെന്താ? ജമായത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു. സതീശൻ പറയുന്നതാണോ ജമായത്തെ ഇസ്ലാമി നിലപാട്? ജമായത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നതാണോ ജമായത്തെ ഇസ്ലാമിയുടെ നിലപാട്? ഇതിലൊന്നും ശ്രീ ദാമോദർ പ്രസാദിന്റെ ഒരു അഭിപ്രായമില്ല. പിണറായി വിജയൻ രാവിലെ എഴുന്നേറ്റിട്ട് വെള്ളാപ്പള്ളിയെ ചീത്ത വിളിക്കണം. ഒരു കാര്യം പറഞ്ഞോട്ടെ അജീംസ്, ഒറ്റ കാര്യം, ആ കാര്യം ഞാൻ അംഗീകരിച്ചു. ശരി, എനിക്കതിന് നിലപാടിന് സമയമില്ലാത്തതുകൊണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി, രാമപ്രസാദ് ഒരു സാധാരണ പൗരൻ, എന്ത് വില? ഒരു വിലയില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടി, അതിൻ്റെ ഘനഗംഭീരമായ നേതാക്കൾ, ഇപ്പോഴുള്ള നേതാക്കൾ, MP ഗോവിന്ദൻ മാഷ് ഈ നായാണി നസ്രാണിന്ന് രൂപീകരണമായപ്പോൾ ഈ പൗരത്വ ഭേദ റിഫ്ലക്റ്റിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോ ഗോപൻ? മിണ്ടാൻ ധൈര്യം കാണിച്ചോ? എവിടെ ആർജവം? എന്ത് കമ്മ്യൂണിസ്റ്റും ഒരു ചുക്കുമില്ല, നിങ്ങൾക്കുമില്ല. ശരി, ശ്രീ OJ ജനീഷ്, ഈ KM ഷാജിയാണ് ഉദ്ദേശിക്കുന്നത്. KM ഷാജിയെ പോലുള്ള ഒരാളുടെ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്ന കോൺഗ്രസ് ആണ് പ്രശ്നം, അല്ലാതെ വെള്ളാപ്പള്ളി നടേശനല്ല. ശ്രീ ജനീഷ്, അങ്ങെന്തോ പറഞ്ഞു, ഞാൻ കേട്ടില്ല. ഏത് പ്രതിനിധി വന്നിരുന്ന് സംസാരിച്ചാലും ആ ചർച്ച അനാവശ്യമായിട്ടൊരു കാര്യം സമുദായത്തിലേക്ക് അത്ഭുതപ്പെടുകയായിരുന്നു. കാരണം വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ നടന്ന നാട്ടിൽ അത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു പിൻതലമുറയുടെ വലിയ പോരാട്ടത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷങ്ങളും ഈ പറയുന്ന സത്യാഗ്രഹങ്ങളും സമരങ്ങളും നടന്ന വർഷങ്ങളും അതിനുശേഷം ക്ഷേത്രപ്രവേശനം നമുക്ക് സാധ്യമാകുന്നതിന് വേണ്ടി നടന്ന നവോത്ഥാന പോരാട്ടങ്ങളും ഗുരുവായൂർ ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുന്നതിന് വേണ്ടി നടന്ന പൊന്നാനി താലൂക്കിൽ നടന്ന റഫറണ്ടവും ആ റഫറണ്ടത്തിന് വേണ്ടി മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ നടത്തിയ ചർച്ചകൾ, ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ല. എങ്ങനെയാണ് ഒരു ചർച്ചയ്ക്കകത്ത് വന്നിരുന്നത്? ഇതിനെ മുഴുവൻ EMS ഇല്ലായിരുന്നെങ്കിലോ കേരളത്തിൽ എന്ന് പറയുന്നത് പോലെ ഇതുപോലെയൊക്കെ ഇരുന്ന് പറഞ്ഞു
പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നത്? എന്നിട്ട് ആ ചർച്ച എങ്ങനെ നേരെ കൊണ്ടുപോകുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ ചാരി കോൺഗ്രസ് അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു. ഇതാണ് ഇവരുടെ പ്രശ്നം. സത്യത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത് പോലും സത്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഈ ഭൂരിപക്ഷ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഇരയായി മാറിയോ അദ്ദേഹം എന്നുകൂടി ഇന്നിപ്പോ ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കാരണം അദ്ദേഹമാണല്ലോ ഇവരുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരാൾ. അദ്ദേഹം ഇങ്ങനെ നിരന്തരമായി ഈ പറയുന്ന പ്രസ്താവന നടത്തുമ്പോൾ അതിന് ന്യായീകരിച്ചു വന്നത് ആരാണ്? അതിന് ന്യായീകരിച്ചു വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? ഇതിനെ തള്ളി പറഞ്ഞ സമയത്ത് അതിനെ ഏത് രീതിയിലാണ് ഇവർ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്? SNDP എതിരാണ് കോൺഗ്രസ് എന്ന രീതിയിലാണ് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. സത്യത്തിൽ SNDP എതിരായിട്ട് സ്റ്റാൻഡാണോ കോൺഗ്രസ് എടുത്താലും പ്രതിപക്ഷ നേതാവ് എടുത്തത്? SNDP എതിരായിട്ട് സ്റ്റാൻഡല്ല എടുത്തത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള സമുദായ നേതാക്കന്മാർ ഈ ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വരുമെന്ന് പറയുമ്പോൾ അതൊരു ജനവിരുദ്ധമായ നിലപാടാണ്. ആ ജനവിരുദ്ധമായ നിലപാടിനെ സാധൂകരിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും ആവർത്തിച്ചുമൊക്കെയായി വർഗീയപരമായ ചില പരാമർശങ്ങൾ നടത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കണമെന്നുള്ളതുകൊണ്ടാണ് എതിർത്തത്. അതിനെ എതിർക്കാനുള്ള ഉത്തരവാദിത്വവും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമുണ്ട്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കുമുണ്ട്, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. നമ്മുടെ ജനാധിപത്യം നിലനിർത്താനും ഈ നാടിന്റെ മതേതര പാരമ്പര്യം നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്തം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. CPM സൗകര്യപൂർവ്വം അതിനെ മറക്കുകയാണ്. ജനാധിപത്യത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കും, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, ജയിക്കും, അധികാരം കൈകാര്യം. ആ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുവാനുള്ള സാഹചര്യങ്ങളെ പലപ്പോഴും തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പൊ തന്നെ ഇവിടെ കൊണ്ട് KM ഷാജിയുടെ തെരഞ്ഞെടുപ്പ് കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു കൊണ്ടുവന്നു. അത് കോടതിയിൽ നടന്നൊരു കേസാണല്ലോ. KM ഷാജി 10 കൊല്ലം നിയമസഭയ്ക്കകത്ത് MLA തന്നെ ഇരുന്നല്ലോ. എത്ര തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പല വിധങ്ങളായ കേസുകൾ ഈ കേരളത്തിനകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ മുഴുവൻ കൊണ്ടുവന്ന് സമീകരിക്കാവുന്ന ഒരു വിഷയമല്ലല്ലോ ഇപ്പൊ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഹേറ്റ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഈ വിദ്വേഷ പരാമർശങ്ങളൊന്നും. ഇവിടെ തന്നെ ഈ ചർച്ച തന്നെ സമുദായിക സംഘടനകളൊക്കെ ഐക്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്ത് ഉയർന്നു വന്ന കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ചർച്ചയാണ്. എന്തുകൊണ്ട് NSS അതിൽ നിന്ന് പിന്മാറി? എന്തുകൊണ്ട് ആ ചർച്ചയിലേക്ക് സമുദായ സംഘടന ഐക്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള ചർച്ച പോലും ഉണ്ടായി? ഈ ചർച്ചയ്ക്ക് പുറകിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളുകൾ ആരാണ്? RSS ആണോ? CPM ആണോ? അല്ലെങ്കിൽ RSS നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ അജണ്ട CPM-ലൂടെ നടപ്പാക്കാൻ ഇവിടെ ചില ശ്രമങ്ങൾ നടക്കുന്നെന്ന് കണക്കാക്കുമ്പോൾ അതിൽ നിന്ന് ഒരു സമുദായ സംഘടന പിന്മാറിയതാണോ? ഏതാണ് ഈ സത്യത്തിൽ നമ്മുടെ സമൂഹത്തിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം? നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഒന്നായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഉണ്ടാകേണ്ടത്. സമുദായ സംഘടനകൾ അമിതമായി രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ പാർട്ടികൾ അമിതമായി സമുദായ സംഘടനകളിൽ ഇടപെടേണ്ട കാര്യമില്ല. അത് രണ്ട് സംഘടനകൾ തമ്മിൽ പരസ്പരം പൊരുത്തപ്പെടേണ്ട കാര്യങ്ങളിൽ പൊരുത്തപ്പെടുക എന്നുള്ളതിനപ്പുറത്തേക്ക് രണ്ട് സംഘടനകളും പരസ്പരം നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ട കാര്യവുമില്ല. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ നിരന്തരമായി പറഞ്ഞു വെച്ചത്. ഇവിടെ സമുദായ സംഘടനകളെ ഉപയോഗിച്ച് രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയമായ വിജയത്തിന് വേണ്ടി ഒരു ഹേറ്റ് പൊളിറ്റിക്സ് പരാമർശങ്ങൾ നടത്താൻ വേണ്ടി നിരന്തരമായി ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ ഭാഗമായി ചില നേതാക്കന്മാരെ നിരന്തരമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി AK ബാലന്റെ പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്, സജി ചെറിയാന്റെ പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. ആ സജി ചെറിയാനെ ക്യാബിനറ്റിൽ വിളിച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ കാലത്ത് കേരളത്തിനകത്ത് മതേതരത്വം നിലനിൽക്കും, അല്ലെങ്കിൽ മതേതരപരമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ സർക്കാർ മുന്നോട്ട് പോകും എന്ന് വിശ്വസിക്കാനേ വയ്യ. ഈ സർക്കാരിന്റെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് സർക്കാരിന്റെ നിലപാട് എന്ന് പറയുന്നത് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന ആളുടെ രാഷ്ട്രീയത്തെ അയാളുടെ നിലപാടുകളെ തുറന്നു തീർക്കുകയും ശക്തിയുക്തം മരണം വരെ പോരാടുകയും ചെയ്തതാണ് VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദനെ കൂടി ശ്രീ ചന്ദ്രസേനൻ, ആ VS അച്യുതാനന്ദനെ കൂടി പത്മ പുരസ്കാര പട്ടികയിൽ വെള്ളാപ്പള്ളിയോടൊപ്പം ഉൾപ്പെടുത്തിയതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? കേരളത്തിലെ മതനിരപേക്ഷതയും ഈ കേരളത്തിൻ്റെ പുരോഗമനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാന കാരണം ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രവർത്തനങ്ങൾ. അത് നിഷേധിക്കാൻ കഴിയില്ല, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇപ്പോൾ എല്ലാത്തിൻ്റെയും അട്ടിപ്പേരവകാശം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഏറ്റെടുക്കുന്നത് ശരിയായൊരു ചരിത്രമല്ല. ആ ചരിത്രത്തെ ഗോപൻ അറിയാമെങ്കിലും ഗോപൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതുകൊണ്ട് മാറ്റി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഗോപൻ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞെങ്കിൽ ശരിയാകത്തില്ല. SNDP യോഗത്തിൻ്റെ മെമ്മോറണ്ടം അസോസിയേഷൻ ഒന്ന് വായിച്ചു നോക്കണം. മെമ്മോറണ്ടം അസോസിയേഷൻ പറയുന്നത് ഈഴവ സമുദായത്തിൻ്റെ ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ടി എന്നൊരു വാക്ക് പറയുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇതിനകത്ത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നം പറഞ്ഞു. ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമല്ല പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശന് വേണ്ടി ഈ ഭരണകൂടം ചെയ്തു കൂട്ടിയ തെറ്റുകളും കൊള്ളരുതായ്മകളും കൊണ്ടാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും ആ കസേരയിൽ സാങ്കേതികമായി ഇരിക്കുന്നതും ഈ പറയുന്ന മതവിദ്വേഷ പ്രസംഗങ്ങളും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പേരിൽ നടത്തുന്നതും. ഇന്ന് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു കാര്യം പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ എന്നൊരു കാര്യം പറഞ്ഞു, വെറും 0 ആയിരുന്ന എന്നെ ഹീറോ ആക്കി. യഥാർത്ഥത്തിൽ ഈ ഹീറോ ആയ എന്നുള്ളതാണ് ഏതാ ഈ 10 വർഷം കൊണ്ടാണോ അദ്ദേഹത്തിന് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അതിന് മുമ്പ് കിട്ടിയില്ലായിരുന്നു. അതൊന്നും
ഈ 10 വർഷം കൊണ്ടാണോ വെള്ളാപ്പള്ളിക്ക് അനധികൃതമായ സഹായം കിട്ടുന്നത് SNDP-ക്കകത്ത് അദ്ദേഹം അതായത് ചന്ദ്രസേനൻ അദ്ദേഹം ചോദിക്കുന്നത് പിണറായി മാത്രമാണോ VS സംരക്ഷിച്ചില്ലേ വെള്ളാപ്പള്ളി എന്നാണ് ചോദ്യം. ഉമ്മൻചാണ്ടി സംരക്ഷിച്ചില്ലേ? വെള്ളാപ്പള്ളി നടേശന് അനധികൃതമായി എല്ലാ ഗവൺമെന്റുകളും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടെ. ഒരു സെക്കൻഡ്, ഞാൻ ചോദിച്ചതിന്റെ ചോദ്യം തന്നെയാണ്. വർഷത്തിന് മുമ്പുള്ള UDF ഗവൺമെന്റിന്റെ UDF സംരക്ഷിച്ചില്ലേ? VS സംരക്ഷിച്ചോ? ഉമ്മൻചാണ്ടി സംരക്ഷിച്ചോ എന്നാണ് ചോദ്യം. ചന്ദ്രസേനൻ കൊടുത്തു. UDF ഗവൺമെന്റ് കൊടുത്തു. പക്ഷേ ഈ UDF ഗവൺമെന്റിന് എതിരായി 2016 LDF-നൊപ്പം നിന്നവരാ ഞങ്ങൾ. അന്ന് ഞങ്ങൾക്ക് തന്ന വാഗ്ദാനമാണ് ഈ വെള്ളാപ്പള്ളി നടേശന്റെ എല്ലാ അഴിമതിയും തിരുത്തുമെന്ന്, അത് അന്വേഷിക്കുമെന്ന്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആ വെള്ളാപ്പള്ളി നടേശനെ തോളിലേറ്റി നടന്നു എന്നുള്ള ഞങ്ങളുടെ ചോദ്യം. ഈ UDF ഗവൺമെന്റ് ആരും കാലാവധി കഴിഞ്ഞ 2020 കാലാവധി കുടിയിരുത്തിയതും വീണ്ടും തുടരാൻ അനുവദിച്ചതും ഈ ഗവൺമെന്റ്. എന്നാലും അദ്ദേഹത്തിനെതിരെ കേരള പോലീസും വിജിലൻസും എടുത്ത കേസിൽ ഒരു നടപടി ഉണ്ടാവില്ല. ഗവൺമെന്റിന് എന്താ കാര്യം? ഓക്കെ, ശരി, അങ്ങ് കോടതി പോ, വെള്ളാപ്പള്ളിക്കെതിരെ നിങ്ങൾ വേണമെങ്കിൽ കോടതിയിൽ പൊക്കോളൂ എന്നാണ് സർക്കാരിന്റെ വാദം. നന്ദി ശ്രീ ചന്ദ്രസേൻ, ജനീഷ്, ശ്രീ ദാമോദർ പ്രസാദ്, ശ്രീ PK ഗോപൻ ഇത്രയും സംസാരിച്ചു.